السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. ദുആ നിസ്കാരാനന്തരം ദിക്ർ ദുആകളെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഇടക്ക് വെച്ചിട്ടാണ് നിർത്തിയത്. അങ്ങനെ ഒരു ഇടക്കല്ലാണോ? അതായത് ദിക്റും ദുആവും ഇമാമിനും മൗമൂമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും ഒക്കെ സുന്നത്തുണ്ട്. അപ്പോ പതുക്കെ ദിക്റും ദുആവും ചെയ്യലാണ് നല്ലത്. എന്നാൽ പിന്നിൽ ആമീൻ പറയുന്ന മൗമൂമിങ്ങളോ അല്ലെങ്കിൽ മൗമൂമിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഇമാമോ ആണെങ്കിൽ അവര് ഉറക്കെ പറയുകയും വേണം എന്നർത്ഥം. ഇനി ദിക്റും ദുആവും സുന്നത്താണ് എന്നറിയിക്കുന്ന ഏതാനും ചുരുക്കം ചില ഹദീസുകളാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വറദ ഫീഹിമാ, ഈ ദിക്റിനെ കുറിച്ചും ദുആഇനെ കുറിച്ചും വന്നിരിക്കുന്നു അഹാദീസു കസീറത്തുൻ, ധാരാളം ഹദീസുകൾ. നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകള് ദുആകള് അതിന്റെ പ്രാധാന്യം മഹത്വം എന്നൊക്കെ വിവരിച്ചുകൊണ്ട് വളരെ കൂടുതൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ദക്കർതു, ഞാൻ പറഞ്ഞിരിക്കുന്നു, ജുംലത്തം മിൻഹ, അങ്ങനെയുള്ള ഹദീസുകളിൽ നിന്നിട്ട് കുറെ എണ്ണം. എവിടെ? ഫീ കിതാബി ഇർഷാദുൽ ഇബാദ്, എന്റെ മറ്റൊരു കിതാബാവുന്ന ഇർഷാദുൽ ഇബാദ് എന്ന കിതാബ് മുമ്പൊക്കെ പള്ളി ദർസുകളിൽ വ്യാപകമായി ഓതാറുണ്ടായിരുന്നു. ഇപ്പോ പൊതുവെ അത് കുറവാണ്. ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂമ് തങ്ങള് മുർഷിദ്, അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് അത് കുറച്ച് പ്രയാസാണ്. നല്ല മനസ്സിലാകുന്ന വിവരമുള്ള ആളുകൾക്ക് അത് അർത്ഥം വെച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോ അതേ ആശയത്തിൽ എന്നാൽ ഏതാൾക്കും മനസ്സിലാവുന്ന നിലക്ക് വളരെ ലളിതമായി ബഹുമാനപ്പെട്ട ചെറിയ മഖ്ദൂമ് തങ്ങള് രചിച്ച മറ്റൊരു കിതാബാണ് ഇർഷാദുൽ ഇബാദ്. അപ്പൊ അതില് തസൗഫും ഉണ്ട്, ഫിഖ്ഹും ഉണ്ട്, വഅദും ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഈ മസ്അലകൾ പറഞ്ഞു വന്ന് ദിക്ർ ദുആകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കുറച്ചേറെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫത്ലുബുഹു, ആ ഇർഷാദുൽ ഇബാദ് എന്ന കിതാബ് നീ പഠിച്ചോ, അത് തേടിക്കോ. ഫൈനഹു മുഹിമ്മുൻ, അതൊരു പ്രധാനപ്പെട്ട കിതാബാണ്. എന്നല്ല വെറും മസ്അല പഠിച്ചാൽ മാത്രം പോരാ, ഒരു ആത്മീയത ഉണ്ടാവണം. ആത്മീയതയോട് കൂടി മസ്അല പഠിച്ചെങ്കിലേ അത് മനസ്സിൽ പതിയുകയും ചെയ്യാൻ ഒരു ഇഖ്ലാസ് ഉണ്ടാവുകയും ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ അറബിയിൽ പ്രിന്റ് ചെയ്ത് ഇറക്കിന്ന് പറഞ്ഞു. അല്ലാതെ നമ്മളെ നാട്ടിൽ കിട്ടുന്നത് നോക്കിക്കാണ്ട് ദർശനത്താനൊന്നും പറ്റൂല. കാരണം അതിന് മാത്രം തെറ്റുകൾ കടന്നുകൂടിയ അബദ്ധ ജഡിലമായ കിതാബാക്കി മാറ്റിയിരിക്കുന്നു വഹാബികൾ. കാരണം അതൊക്കെ അച്ചടിച്ച് കാശ് വാങ്ങി വാറ്റുപ്പഴപ്പ് മാറ്റുന്നത് വഹാബികളാണല്ലോ. അതോടുകൂടി അത് വാങ്ങി വിറ്റ് കാശ് ഉണ്ടാക്കി ഒരു കുട്ടികളെ പോറ്റിക്കോട്ടെ എന്നാ അതോടുകൂടി ചെയ്യുന്ന ജോലിയോടൊരു ആത്മാർത്ഥത ഉണ്ടോ? അതൊട്ടില്ലാണ്. കാരണം പൊട്ടത്തെറ്റ്, മനഃപൂർവ്വം തെറ്റുകൾ ഒക്കെ തിരുത്തി നല്ലൊരു ഇതാക്കിയാൽ അൽഹംദുലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട ആത്മീയമായ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഖുർആനും ഹദീസും ഉൾപ്പെടെ ഉപ്പേറിയാൽ വരെ എന്താ കുറെ ഷറഹീനോ? അല്ലാതെ എന്താ 30 റിയാലിന് 5 റിയാലിന് വിൽക്കേണ്ട കിതാബ് അതിന് അത്രേ വലിപ്പുള്ളൂ. അല്ലെങ്കിൽ 10 റിയാൽ. ഇപ്പൊ ഏതേ തരാം, 10 കുറച്ചിട്ട് കൊടുക്കല് സാധാരണ, പ്രത്യേകിച്ച്
ഡിസ്കൗണ്ടിന് വിൽക്കുന്ന സമയത്തേ ഉള്ളൂ, അല്ലാത്തപ്പോ ഒക്കെ 10 സാധനം ഉണ്ടായാലും അതിന്. ഏതായാലും ആട്ടെ, നമ്മളെ നാട്ടിൽ കിട്ടും. പക്ഷെ നമ്മളെ നാട്ടിൽ കേടുതാണ്, ഒരുപാട് അച്ചടിപ്പശകുകൾ നിറഞ്ഞു കിടക്കുന്നു. ഏതായാലും അതൊരു വളരെ പ്രധാനപ്പെട്ട കിതാബാണ് എന്നർത്ഥം. റവത്ത് തുർമിദിയു അൻ അബിയുമാ. ഇവിടെ ബർക്കത്തിൽ 1-2 ഹദീസുകളെ പറയുന്നുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ അദ്കാറിന്റെ കിതാബുകളിൽ നോക്കുക. അൻ അബിയുമാമ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. എന്താ ചോദിക്കപ്പെട്ടത്? അയ്യുദ്ദുആഇ അസ്മഉ, ഏറ്റവും ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ദുആ ഏതാണ്? വാബിയർത്ഥം വെക്കുമ്പോ കേൾക്കുന്ന ദുആ എന്നാണ് ഇക്കാരം. ഇന്നക ലാ തുസ്മിഉൽ മൗത അങ്ങനെയാണല്ലോ ഓല് പറയാം, മരിച്ചോലെ കേൾപ്പിക്കൂല എന്നതുപോലെ അയ്യുദ്ദുആഇ അസ്മഉ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ദുആ. അവിടെ തന്നെ നമ്മൾ അർത്ഥം വെച്ചു ഏറ്റവും ഉത്തരം കിട്ടുന്ന ദുആ. സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു കേട്ടുത്തരം ചെയ്യാന്നുള്ള അർത്ഥം വഹാബിന്റെ അർത്ഥമാണ്. അത് ശരിയല്ല, ഉത്തരം ചെയ്യുക എന്ന് തന്നെ ഇതിന് അർത്ഥമുള്ളൂ. എന്നതുപോലെ അസ്മാഇന് അർത്ഥം പറയാം ഐ അഖറബു ഇലൽ ഇജാബ, ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ എളുപ്പമുള്ള ദുആ ഏതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഇനി ഖീല എന്ന് പറഞ്ഞിട്ട് ലൈഫാണെന്നൊന്നും അർത്ഥം വെക്കാൻ പോകണ്ട. ഖുർആനിലും ഉണ്ട് അങ്ങനെ ഖീല യാ റബ്ബുൽ മാ അക്കി വയാ സമാഉ അഖ്രി എന്ന് ഖുർആനിലും പറഞ്ഞു. അപ്പൊ ഖുർആനിലും ലൈഫ് ഉണ്ട്, കാരണം അവിടെ ഖീല എന്നാണല്ലോ പറഞ്ഞത് എന്ന് വെക്കണ്ട. അതായത് സഹാബാക്കളിൽപ്പെട്ട ഏതോ ഒരു വ്യക്തി ചോദിച്ചു. ആര് ചോദിച്ചാലും ഒരു ആള് പ്രസക്തിയില്ല. ചോദിച്ച ആള് സ്വഹാബിയാണ്, ചോദിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതുകൊണ്ടാണ് ഖീല എന്ന് പറഞ്ഞത്. കാല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ജൗഫുല്ലൈൽ, രാത്രിയുടെ ഉള്ളിൽ അഥവാ പാതിരാത്രിക്ക് ശേഷം ചെയ്യുന്ന ദുആ, അർദ്ധരാത്രിക്ക് ശേഷമുള്ള ദുആ ആണ് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ളത്. മറ്റൊന്ന് വദ്ബുറു സലവാത്തിൽ മക്തൂബാത്തി, 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങളുടെ പുറകിലുള്ള ദുആഉമാണ്. അപ്പൊ 5 വഖ്ത് ഫർദ് നിസ്കാരങ്ങളുടെ പുറകിൽ ഉള്ള ദുആ എന്ന് പറയുമ്പോ അവിടെ 2 അർത്ഥം കൊടുക്കും, രണ്ടും സഹീഹാണ്. ഒന്നെന്താണ്? ദുബുറു കുല്ലി ഷൈഇൻ ആഖിറുഹു, ഒരു വസ്തുവിന്റെ ദുബുറ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിൻവശം എന്നാണല്ലോ അതിന്റെ അർത്ഥം, അഥവാ അതിന്റെ തന്നെ ലാസ്റ്റ് ഭാഗം. അപ്പൊ അത്തഹിയാത്ത് സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിർവഹിക്കുന്ന ദുആ, ആ ദുആ ഈ ഹദീസിന്റെ പരിധിയിൽ വരും. കാരണം നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചെയ്യുന്ന ദുആ ആണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ദുആ ആണ്. മറ്റൊന്ന് ഒരു വസ്തുവിന്റെ പുറകിൽ തൊട്ടടുത്തുള്ളത് എന്നുള്ള അർത്ഥത്തിനുണ്ട്. ആ അർത്ഥത്തിന് ദുബറ സ്വലവാത്ത് എന്ന് പറയുമ്പോ നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ അവിടെ ഇവിടെ പറയും അഖിബ ആണ് ദിക്റും ചെല്ലേണ്ടത്. അഖിബ് എന്ന് പറഞ്ഞാൽ താമസിയാതെ എന്നർത്ഥം. കാരണം എന്താ, താമസിയാതെ ചെയ്തെങ്കിലേ ഈ അഖിബ് എന്ന വാക്ക് സഹിയാവുള്ളൂ. അല്ല അഖിബല്ല, മറ്റേ ദുബർ സ്വലവാത്താണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു വസ്തുവിന്റെ ദുബർ ആവണമെങ്കിൽ ഒന്നിരിക്കൽ അതിന്റെ തന്നെ ഉള്ളിൽപ്പെട്ട തൊട്ടടുത്ത് ലാസ്റ്റ് ഭാഗമാകാം, അതല്ലെങ്കിൽ അത് അവസാനിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള സമയവും ആവാം. ഈ 2 അർത്ഥവും ഇവിടെ ശരിയാണ്. 2 അർത്ഥത്തിനനുസരിച്ചും ദുആ ഉണ്ട് താനും. ഒന്ന്, സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ സാധാരണ ഹദീസിൽ വന്ന അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങിയത് മുതൽക്ക് അല്ലാഹു ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ തുടങ്ങിയ ദുആകളും ഇസ്തിആദത്തുകളും ചെയ്യുന്നുണ്ട്. അത് മാത്രമുള്ളൂ എന്ന് പറയുന്ന വഹാബിനെ നമുക്ക് സ്വീകാര്യമല്ലാത്ത ചില വഹാബികൾ അങ്ങനെ പറയുന്നുണ്ട്. ദുബുറ് എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന്റെ ഉള്ളിൽ പെടണ്ടേ, അത് പുറത്താകുമോ? ലാസ്റ്റ് എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പം അത്തഹിയാത്തിന്റെ ലാസ്റ്റിലുള്ള ദുആ ആണ് പറഞ്ഞത്. നമ്മൾ പറയുന്നു അതേ ഓക്കെയാണ്, അതും പെട്ട്. എന്നാൽ അതിന്റെ തൊട്ടു പുറകിലുള്ളതിന് ദുബുറ് എന്ന് പറയാമല്ലോ, അതും വീണ്ടും വീട്ടിയതിനു ശേഷം തൊട്ടു പുറകിലും ദിക്ർ ദുആ ഈ ഹദീസിൽ പെടും.
ഇനി വറവ ഷെയ്ഖാനി, ഇപ്പൊ അവിടെ ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് അത് നഷ്ടപ്പെടുത്താതെ നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ആ ഹദീസിന്റെ താല്പര്യം. ഇനി പതുക്കെ ഓതലാണ് സുന്നത്ത് എന്ന് പറഞ്ഞല്ലോ, അതിനഞ്ഞ തെളിവ്. റവ ഷെയ്ഖാനി അൻ അബി മൂസ റളിയല്ലാഹു തആല അൻഹു ഖാല കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഞങ്ങൾ യാത്ര പോവുകയായിരുന്നു. ഫകുന്നാ, ഞങ്ങളായി ഇദാ അശ്റഫ്നാ അലാ വാദിൻ, ഒരു വാദിയിലേക്ക് അടുത്തെത്തുമ്പം ഹല്ലൽനാ, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, വകബ്ബർന, ഞങ്ങൾ അല്ലാഹു അക്ബർ ചൊല്ലും. അങ്ങനെ കൂട്ടത്തിൽ കുറെ ആളുകൾ പോകും, ചെല്ലുമ്പോ സ്വാഭാവികമായിട്ട് ശബ്ദം ഉയരുമല്ലോ. വർത്തഫഅത് അസ്വാതുന, അങ്ങനെ ഈ തഹ്ലീലും തക്ബീറും ചൊല്ലുന്ന ശബ്ദം ഉയർന്നു. ശബ്ദം ഉയർന്നപ്പോഴോ അത് സാധാരണ തന്നെയാണ്, ആളുകൾ കുറെ ആളുകൾ ഒന്നിച്ചു കൂടി ചെല്ലുമ്പോ വലിയ ഒച്ച വരും. അങ്ങനെ വന്നപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഈ മനുഷ്യരെ, ഇർബഉ അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ നിങ്ങൾ ദയ ചെയ്യുവീൻ. നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് ഒരു അനുകമ്പ വേണ്ടേ? എന്തിനാ ഇങ്ങനെ കൊല്ലി പൊട്ടിച്ച് കടപ്പുറത്തുകാര് കുത്തുബിയത്ത് ചെല്ലും പോലെ കൊല്ലി പൊട്ടുന്ന നിലക്ക് ഒച്ചുണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? കടപ്പുറത്തുകാര് സാധുക്കളായിട്ടാണ്, ഓലെ കുറ്റം പറയല്ല, ഓർക്ക് തോന്നുകയാണ് നമ്മൾ ഇവിടുന്ന് കടപ്പുറത്തുനിന്ന് അങ്ങോട്ട് കുത്തുബിയത്ത് ചെല്ലിയാല് ബാഗ്ദാദ്ക്കാട് കേൾക്കണം ആ ജാതി ഒച്ചേര്. അങ്ങനെ വേണ്ട, സ്വന്തം നഫ്സിനോട് നിങ്ങൾ ഒരു ദയ കാട്ടി ഇങ്ങനെ കൊല്ലി പൊട്ടിച്ച് ശബ്ദം കൂറ്റടക്കുന്ന നിലക്കൊന്നും ഒച്ചടണ്ട. കാരണം എന്താ? ഫൈനക്കും, നിശ്ചയമായും നിങ്ങൾ ലാ തദഊന, നിങ്ങൾ ദുആ ചെയ്യുന്നില്ല, അസമ്മ, കേൾവിയില്ലാത്തവനോടോ, വലാ ഗായിബൻ, അപ്രത്യക്ഷമായവനോടോ ദുആ ചെയ്യുന്നില്ലല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം രഹസ്യങ്ങളും പരസ്യങ്ങളും കേൾക്കുന്നവനാണ്. അതോടുകൂടി അവൻ എല്ലാത്തിനും ഷാഹിദും ആണ്. അപ്പൊ സ്ഥലത്തില്ലാത്ത ഒരാളോടോ ചെവി കേൾക്കാത്ത ആളോടോ ആണെങ്കിൽ, കേൾവിയില്ലാത്ത ആളോടോ ആണെങ്കിൽ ഉറക്ക പറയുന്നതിനൊരു ചൊർക്കുണ്ട്. ഇത് എല്ലാം കേൾക്കുന്ന റബ്ബ് തആല അവൻ വഹുവ മഅക്കും മൈനമാ കുന്തും എന്നാണല്ലോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അവന്റെ ശുഹൂദ് നിങ്ങൾ എവിടെയാണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കൂറ്റടക്കുമാർ, ചങ്ക് വേദനയാവുമാർ ശബ്ദം കൊടുത്ത് ബുദ്ധിമുട്ടാക്കണ്ട. ഇന്നഹു ഹക്കീമുൻ, അല്ലാഹു തമ്പുരാൻ, നിങ്ങൾ ദുആ ചെയ്യുന്ന റബ്ബ് അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനും, സമീഉൻ, സൂക്ഷ്മമായി എല്ലാം കേൾക്കുന്നവനും, ഖരീബുൻ, അവൻ അറിവുകൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ദുആക്ക് ഇജാബത്ത് കൊണ്ടും സമീപസ്ഥനുമാകുന്നു എന്ന്. ഇതിലിപ്പോ നിക്കേച്ച് നിക്കറില്ലുമ്പം ശബ്ദം പൊന്തിക്കണ്ടെന്ന് വല്ലോടത്തും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ലല്ലോ ആരുല്ലേ. പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കൂട്ടം കെട്ടിയ ആളുകൾ ഒരു വഴിക്ക് പോകുമ്പോ കൂട്ടത്തിലുള്ള ദിക്ർ ചെല്ലുമ്പോ വല്ലാതെ ശബ്ദം പൊന്തും, അത് സ്വാഭാവികമാണ്. അങ്ങനെ അമിതമായി ശബ്ദം പൊന്തിച്ച് വലിയ ബഹളവും ശബ്ദകോലാഹലവും ആവുന്ന നിലക്ക് ദിക്ർ ദുആകളെ ശബ്ദമുയർത്തരുത് എന്നേ ഹദീസിന്റെ അർത്ഥമുള്ളൂ. അത് എവിടെ നിന്നാണെങ്കിലും, കൂട്ടത്തിൽ നിസ്കാരത്തിന് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ സിറാക്കാൻ നമ്മള് ഇയാള് പറഞ്ഞേക്ക്, ഏത് നമ്മളെ ആധുനിക മുജ്തഹിദ് ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞേക്ക് നാവ് കൊണ്ട് പതുക്കെ ഓർക്കുക എന്ന് പറഞ്ഞ് ആ പറച്ചിലാണിത്. നാവ് കൊണ്ട് പതുക്കെ ഓർക്കുക, ഞങ്ങൾ ഒച്ചിമ്പിളിയാക്കിയിട്ട് പള്ളി ഇങ്ങോട്ട് ശബ്ദമുഖരിതമാകുമാർ വലിയ ബഹളമായിട്ട് ദിക്ർ ചെല്ലരുത് എന്നാണ്. കാരണം അവിടെയാണ് ഞങ്ങൾ ഇത് പറഞ്ഞത്. അതുമാണല്ലോ നമ്മൾ നോക്കുക. വല്ലാതെ കൂട്ടത്തിൽ കുന്നു കയറുമ്പോഴും മല ഇറങ്ങുമ്പോഴും വലിയ ഒച്ചത്തിൽ കൂട്ടത്തോടു കൂടി ശബ്ദം ഇപ്പൊ പറഞ്ഞ് നിങ്ങൾ ഈ കൂറ്റടക്കുന്നയാൾക്ക്, കൊല്ലി പൊട്ടുന്നയാൾക്ക് ഒച്ചമ്പിളി ഉണ്ടാക്കണ്ട, അള്ളാഹ്ക്കല്ലാതെ തന്നെ കേൾക്കാവല്ലോ
ഈ ഹദീസാണ് ദിക്ർ ദുആ പതുക്കെ ചൊല്ലണം. ഈ പതുക്കെ എന്ന് പറഞ്ഞതിനുള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായി. തനിക്കും തന്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്കും കേൾക്കുന്ന നിലക്ക് വേണ്ടെന്നല്ല പറയുന്നത്. മറിച്ച് ഞാൻ പറഞ്ഞ കടപ്പുറക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എന്നോട് ദേഷ്യം പിടിക്കണ്ട. കടപ്പുറക്കാർ കുത്തുബിയത്ത് ചെല്ലും പോലെ ഞങ്ങളെ മലപ്പുറം ഭാഷയെ പറഞ്ഞ ഉള്ളാക്കിടുക. അങ്ങനെ ഉള്ളാക്കിടണ്ട, മനസ്സിലായില്ലേ? നിങ്ങളെങ്ങനെയാരും പറയല് വലിയ ഒച്ചിട്ടിട്ട് വല്ലാത്ത ഒച്ച പറയുന്നതിന് ഉള്ളാക്കിടുക എന്ന് പറയും. അങ്ങനെ വേണ്ട, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഞാൻ ആർക്കും കേൾക്കാതെ ഇങ്ങനെ കുസു 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 എന്ന് പറയണം എന്നല്ല. ഒരു മിതമായ ശബ്ദത്തിൽ തന്നെയാണ് വേണ്ടത്. അത് ഇനി ഖുർആൻ ആയത്ത് കൊണ്ട് ഇനി പറയും. അപ്പൊ തീരെ ശബ്ദം വേണ്ട എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അതൊരു ശല്യമാകുമാർ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാകുമാർ, തനിക്ക് ബുദ്ധിമുട്ടാവുന്ന നിലക്ക് മറ്റുള്ളവർക്ക് ശല്യമാവുന്ന നിലക്ക് ശബ്ദം ഉയർത്തണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇതിപ്പോ നിസ്കാരത്തിന് ശേഷം അല്ലല്ലോ എന്ന് പറഞ്ഞതിന് പറയാം. ബിഹി, ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിച്ചു അൽ ബൈഹഖിയു, നമ്മളെ ഷാഫി മദ്ഹബിലെ ഇമാമിയങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഇമാം ബൈഹഖി റഹ്മഹുല്ലാഹ് തങ്ങളും വൈറുഹു വേറെ ചില ഇമാമിയങ്ങളും ഒക്കെ ലിൽ ഇസ്റാറി ബിദ്ദിക്രി വദ്ദുആഇ, സംഭവം ഇവിടെ ദിക്റാണ്. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒച്ചത്ത് ചൊല്ലിയപ്പോഴാ പറഞ്ഞത്. അപ്പൊ ദിക്ർ അങ്ങനെ തന്നെ എന്നതുപോലെ തന്നെ ദുആവും അങ്ങനെ തന്നെ വല്ലാതെ ശബ്ദം ഉയർത്താതെ പതുക്കെയാണ് ചൊല്ലേണ്ടത് എന്നതിന് ഈ ഹദീസ് തെളിവായി ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങളും മറ്റും ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ നിസ്കാരത്തിന് ശേഷമുള്ളതും ഉൾപ്പെടും എന്നർത്ഥം. എന്നിട്ട് തന്നെയല്ല നമ്മളെ ഇമാം എന്താ പറയുന്നത്? ഖാല ശാഫിഈ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയാണ് ഫിൽ ഉമ്മി, തന്റെ ഉമ്മ എന്ന കിതാബില് എന്താ പറയുന്നത്? അഖ്താറു ലിൽ ഇമാമി വൽ മഅ്മൂമി, ഇമാമിനാവട്ടെ മഅ്മൂമിനാവട്ടെ ഞാൻ മുഖ്താറാക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ടത് അയ്യദ്കുറല്ലാഹ തആല, ആ ഇമാമായാലും മഅ്മൂമായാലും അവർ രണ്ടുപേരും അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്. ബഅദ സലാമി മിനസ് സ്വലാത്തി, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിനു ശേഷം ദിക്ർ ചൊല്ലണം. പക്ഷേ ദിക്റ, ശബ്ദം വല്ലാതെ പൊന്തിക്കാതെ പതുങ്ങിയ ശബ്ദത്തിൽ ചൊല്ലണം. തീരെ ശബ്ദമില്ല എന്നല്ല, ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചൊല്ലലാണ് വേണ്ടത്. പക്ഷെ എല്ലായിടത്തും അല്ല. ഇല്ലായക്കൂന ഇമാമൻ, ഇമാമാണെങ്കിലോ വെച്ച് എങ്ങനത്തെ ഇമാമ ഉരീദു, അദ്ദേഹം ഉദ്ദേശിക്കുന്നു അയ്യുതഅല്ലമ മിൻഹു, അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവർ പഠിക്കണം എന്ന്. ഞാനിതിങ്ങനെ ഉറക്കെ ചെല്ലുമ്പോൾ ആളുകൾ കൂട്ടത്തിൽ അത് കേട്ട് അതുപോലെ ചൊല്ലി അവർ കൂടി പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഫയജഹറു, അങ്ങനെയുള്ള ഇമാമ് ജഹറാക്കി പറയണം. ഏതുവരെ? ഹത്തായറ, അദ്ദേഹത്തിന് ബോധ്യം വരുന്നത് വരെ, അന്നഹു ഖദ് ഉല്ലിമ മിൻഹു, തന്നിൽ നിന്നിട്ട് ജനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ പിന്നെ സുമ്മൈസുറു, പിന്നെ പതുക്കെ ചെല്ലിയാലും മതി. ഇങ്ങനെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ഉമ്മിൽ പറഞ്ഞത്. അപ്പൊ ആ കൂട്ടത്തിൽ അയിമ്മത്ത് വ്യക്തമാക്കിയതാണ് ഇനി പറയുന്നത്. ആമീൻ പറയുന്ന മൗമൂമിങ്ങൾ ഉണ്ടെങ്കിലും തന്നിൽ നിന്നിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും, അത് മൗമൂമാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടെങ്കിലും അവിടെ ഇമാമിന് ശബ്ദം ഉയർത്തി തന്നെ പറയാം, ഇല്ലെങ്കിൽ അല്പം ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് പറയേണ്ടത് എന്ന്. അതിന് തെളിവായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന എന്താ? ഫഇന്നല്ലാഹ തആല യഖൂലു, അല്ലാഹു തമ്പുരാൻ പറയുന്നു. എന്താ പറയുന്നത്? വലാ തജ്ഹർ, തങ്ങൾ ജഹറാക്കണ്ട, ബി സ്വലാത്തിക, തങ്ങളുടെ സ്വലാത്തിനെ, വലാ തുഹാഫിത് ബിഹാ, തങ്ങളുടെ സ്വലാത്തിനെ വല്ലാതെ രഹസ്യമാക്കുകയും വേണ്ട, പച്ച ശബ്ദം താഴ്ത്തുകയും വേണ്ട, വല്ലാതെ ജഹറാക്കുകയും വേണ്ട എന്നല്ല അല്ലാഹു തആല പറയുന്നത്. ഇവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് അങ്ങനെ തന്നെ അവിടെ അർത്ഥം വെച്ച് സ്വലാത്ത് എന്ന്. യാനി ഇമാം ഷാഫി തങ്ങൾ പറയാം വല്ലാഹു അലം, അത് ഹിത്തിയാത്തിന് വേണ്ടിയിട്ട് ഖുർആനല്ലേ തഫ്സീർ ചെയ്യുന്നത്, അപ്പൊ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാം. അദ്ദുആ ആണോ ഏത്? വലാ തജ്ർ ബി സ്വലാത്തിക എന്ന് പറഞ്ഞ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദുആ, ദുആഇനെയാണ്. ഏത്? യാനി അദ്ദുആ, അതായത് തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആഇനെ
അമിതമായ ശബ്ദം ഉയർത്തുകയോ പറ്റേ ശബ്ദം താഴ്ത്തുകയോ വേണ്ട എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്ന് ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. എങ്ങനെ പറഞ്ഞു? ഷാഫി ഇമാം റളിയല്ലാഹു തആല സ്വന്തമായി പറഞ്ഞതല്ല. ഈ ആയത്തിന്റെ തഫ്സീർ മഹാന്മാരായ സ്വഹാബത്ത് വ്യത്യസ്ത രീതിയിലാണ് തഫ്സീർ ചെയ്തിരിക്കുന്നത്. അല്ലോ മനസ്സിലാക്കുക. അതിൽ മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ അവർകൾ പറഞ്ഞ തഫ്സീറാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല ആ ഉദ്ധരിച്ചത്. എന്ന് പറഞ്ഞാൽ ഹബീബായ നബിയെ അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അമിതമായ ശബ്ദം ഉയർത്തുകയോ വളരെ ശബ്ദം താഴ്ത്തുകയോ വേണ്ട എന്നർത്ഥം പറഞ്ഞത് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ തഫ്സീറാണ്. ആ തഫ്സീറാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല ഉദ്ധരിച്ചതല്ലാതെ ഷാഫി ഇമാം ഖുർആന് സ്വന്തം തഫ്സീർ പറഞ്ഞതല്ല. എന്നാൽ ഇവിടെ തന്നെ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ മറ്റൊരു തഫ്സീറാണ് പറയുന്നത്. മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കുകളുടെ കഠിനമായ ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് രാത്രികാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഖുർആൻ ഓതിയിരുന്നു. അങ്ങനെ ഖുർആൻ കാഫിരീങ്ങൾ കേൾക്കാനും അവർ ഖുർആനിനെ പരിഹസിക്കാനും കളിയാക്കാനും ഇടവന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്, ഹബീബായ നബിയെ, പുറത്തു നിൽക്കുന്ന കാഫിരീങ്ങൾ കേട്ടുകൊണ്ട് ഖുർആനെ പരിഹസിക്കാനും കളിയാക്കാനും ഇടയാകുമാർ ഉച്ചത്തിൽ അങ്ങ് ഓതണ്ട. എന്നാൽ തങ്ങളുടെ ശരീരവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളും കേൾക്കാവുന്ന ശബ്ദത്തിൽ വേണം, പറ്റ ശബ്ദം കുറക്കുകയും വേണ്ട എന്ന അർത്ഥത്തിൽ ഇവിടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് നിസ്കാരത്തിൽ നിർവഹിക്കുന്ന ഖുർആനോത്തിനെ കുറിച്ചാണ്. അത് പ്രത്യേക സാഹചര്യത്തിൽ കാഫിരീങ്ങൾ കളിയാക്കാനും പരിഹസിക്കാനും ഇടവരുന്നത് കൊണ്ട് മക്കയിൽ രാത്രികാലങ്ങളിലും മറ്റും ഖുർആൻ ഓതുമ്പോൾ വല്ലാതെ പുറത്തുള്ള ആളുകൾ കേൾക്കുന്ന നിലക്ക് ശബ്ദം പൊന്തിക്കണ്ടെന്നും എന്നാൽ തനിക്കും തന്റെ സമീപത്തുള്ളവർക്കും കേൾക്കുന്ന നിലക്ക് ശബ്ദം വേണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങളുടെ തഫ്സീർ. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിനെതിരെ ഷാഫി ഇമാം തഫ്സീർ പറഞ്ഞു എന്ന് പറഞ്ഞ് ബടിയെടുത്ത് വരണ്ട കണ്ട്. ഷാഫി ഇമാം അവിടെ തഫ്സീറേ പറഞ്ഞിട്ടില്ല. മറിച്ച് ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ തഫ്സീർ, ആ തഫ്സീറും ഈ ആയത്തിന് ശരിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ പറഞ്ഞ തഫ്സീറും ഓക്കെയാണ്. അതിൽ ഈ വിഷയത്തിനോട് യോജിച്ച അർത്ഥം കിട്ടുക ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ തഫ്സീർ അനുസരിച്ചതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്തൊക്കെ എന്നാണല്ലോ, ഏത് സഹാബി പറഞ്ഞതിനെ പിന്തുടർന്നാലും ഹിദായത്ത് തന്നെ. അപ്പൊ ഇവിടെ എന്തു പറയുന്നു? നമ്മൾ ആയിഷ ബീവി പറഞ്ഞ ആ തഫ്സീർ അനുസരിച്ച് അമിത ശബ്ദം എടുത്തുകൊണ്ട് ദുആ ചെയ്യണ്ട, എന്നാൽ പറ്റേ സിറാക്കുകയും വേണ്ട, സമീപത്തുള്ളവർക്ക് കേൾക്കാവുന്ന രീതിയിൽ ശബ്ദം ഉയർന്നതിന് കുഴപ്പമില്ല എന്ന അർത്ഥം ആണ് ഈ ആയത്തിന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മസലക്ക് തെളിവായി. അതിന്റെ അർത്ഥം പറയുന്നത് ആ തെജേറ് നബിയെ തങ്ങൾ ജഹറാക്കണ്ട, ഹത്താ തുസ്മിയ വൈറക്ക, പുറത്തുള്ള ദൂരമുള്ള ആളുകൾ കേൾക്കുന്ന നിലക്ക് കേൾപ്പിക്കുന്ന നിലക്ക് ഉറക്കാക്കണ്ട, വലാ തുഹാഫിത്ത്, പറ്റ സിറാക്കുകയും വേണ്ട, ഹത്താലാ തുസ്മിയ നഫ്സക്ക, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാത്ത നിലക്ക് പറ്റ ശബ്ദം താഴ്ത്തുകയും വേണ്ട എന്ന്. ഇൻതഹ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടു നടത്തിയ ആ ഉദ്ധരണി അവിടെ അവസാനിച്ചു. ഇതുവരെ പറഞ്ഞ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാ. ഫായിദത്തും കാല ശൈഖുന, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുമാ തങ്ങൾ പറയുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? പിന്നിൽ ആമീൻ പറയുന്ന മോമീങ്ങളോ അതല്ലെങ്കിൽ തന്നിൽ നിന്നിട്ട് ഇത് പഠിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ ഉറക്കെ പറയാ, ഇല്ലെങ്കിൽ ശബ്ദം വല്ലാതെ പൊന്തിക്കാതെ പറയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ അമ്മൽ മുബാലഗത്തു ഫിൽ ജഹിരി ബിഹിമാ, ഈ ദിക്ർ ദുആകളെ അമിതമായി ശബ്ദമുയർത്തൽ, പറഞ്ഞേക്ക് പണ്ട് പറഞ്ഞ ഖുത്ബിയത്ത് പോലെ കൊല്ലി കൊട്ടുന്നവർക്ക് ഉറക്കെ പറയൽ, ബിഹൈസു യഹ്സുലു തശ്വീഷുൻ അലാ മുസല്ലിൻ, പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് തശ്വീഷ് വരുന്ന നിലക്ക് വല്ലാതെ ശബ്ദമുയർത്തൽ, അത് സുന്നത്തില്ല എന്നല്ല, ഫയംബഗി ഹുർമത്തുഹാ, നിസ്കരിക്കുന്നവർക്ക്
തശ്വീഷ് വരുന്ന നിലക്ക് വല്ലാതെ ശബ്ദമുയർത്തൽ ഹറാമാവേണ്ടതാണ്. എന്താ അങ്ങനെ പറഞ്ഞ്? ഇമാമിങ്ങൾ ആരും അങ്ങനെ നെസ് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഖിയാസ് കൊണ്ട് നോക്കുമ്പോൾ നിസ്കരിക്കുന്നവർക്ക് ഉസ്വാസ് ഉണ്ടാകുന്ന നിലക്ക് ഖുർആൻ ഓതുന്നത് ഉൾപ്പെടെ പാടില്ലെന്നും ഉസ്വാസ് വരുന്നുണ്ടെങ്കിൽ അത് ഹറാമാണെന്നും പറയുമ്പം ദിക്ർ ദുആ നിസ്കരിച്ച ശേഷം പ്രത്യേകം സുന്നത്തുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും നിസ്കാരക്കാർക്ക് തശ്വീഷ് വരുന്ന നിലക്ക് അമിതമായ ശബ്ദം ഉയർത്തുന്നത് പള്ളി അസ്ല് നിസ്കാരക്കാർക്കാണല്ലോ മുൻഗണന. അവർക്ക് ശല്യമാവുന്ന നിലക്ക് മറ്റു കാര്യങ്ങൾ വരാൻ പാടില്ല എന്നതുകൊണ്ട് ഹറാമ് തന്നെ ആവാനാണ് സാധ്യത എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി ദിക്ർ ദുആഇന്റെ ചില ആദാബുകളാണ് പറയുന്നത്. ഫുറൂഅൻ യുസന്നു സുന്നത്താക്കപ്പെടും ഇഫ്തിതാഹു ദുആഇ ദുആഇനെ തുടങ്ങൽ. അത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ആയാലും അല്ലാത്ത നമ്മൾ ചെയ്യുന്ന ഏത് സമയത്ത് ചെയ്യുന്ന ദുആ ആയിരുന്നാലും ദുആ തുടങ്ങൽ സുന്നത്താക്കപ്പെടും ബിൽ ഹംദി ലില്ലാഹി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. അത് ഏത് വാക്കും ആവാം എന്നാണ് ചില ഇമാമിങ്ങൾ പറയുന്നത്. അൽഹംദുലില്ലാഹ് എന്നത് ഏറ്റവും അബലകായ, കാരണം ഖുർആനിൽ അള്ളാഹുത്തിൽ എങ്ങനെയാണല്ലോ പറഞ്ഞത്, തുടങ്ങി ഫാത്തിഹ സൂറത്ത് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ് എന്നതാണ്. കൂട്ടത്തിൽ റബ്ബിൽ ആലമീനും കൂടി കൂട്ടിയാൽ ഏറ്റവും അബലകായി, കാരണം അള്ളാഹുത്തല ഫാത്തിഹയിൽ സ്തുതിച്ച അതേ വചനം കൊണ്ടായി. പക്ഷേ അസ്ല് സുന്നത്ത് കിട്ടാൻ സ്തുതി ഹംദ് ഉൾക്കൊള്ളുന്ന ഏത് വാക്കുകളായാലും മതി. അപ്പൊ ഹംദ് കൊണ്ട് തുടങ്ങാം. അപ്പോ ഇന്നലെ നമ്മളെ തെക്കുമൽ ഉസ്താദ് ചോദിച്ചേക്ക്, തെക്കുമൽ ഉസ്താദിനെ അറിയാഞ്ഞിട്ടല്ല, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചതാ. ചില ഉസ്താദന്മാരൊക്കെ ദുആ ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങലുണ്ടല്ലോ. അത് ബിസ്മിയിൽ തന്നെ അള്ളാഹുവിന്റെ സനാ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനും റഹീമുമാണ് എന്ന് പറഞ്ഞാല് കാഫിർ മൂമിൻ എന്ന വ്യത്യാസമില്ലാതെ, സ്വാലിഹ് ഫാസിഖ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ദുനിയാവിയായ ഗുണങ്ങൾ ചെയ്യുന്നവനും മോമിനീങ്ങളും മുത്തഖീങ്ങളുമായ ആളുകൾക്ക് മാത്രം ആഖിറത്തിൽ എണ്ണല്ലാത്ത റഹ്മത്ത് ചെയ്യുന്നവനുമാണ് റബ്ബ് എന്ന സ്തുതി ഉണ്ടല്ലേ. ആ നിലക്ക് മാനക്കുള്ള ഹംദ് ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് അങ്ങനെ ചില ആളുകൾ തുടങ്ങുന്നു, തെറ്റല്ല. പക്ഷേ ബിസ്മി കൊണ്ട് തുടങ്ങൽ സുന്നത്തായി എവിടെയും ഇല്ല. ഹംദ് കൊണ്ട് തുടങ്ങലാണ് സുന്നത്ത്. ചില ആളുകൾ ചില ആദത്ത് വരിക, ആ ആദത്തിന്റെ മൊരട എവിടുന്നാന്ന് മനസ്സിലാടില്ല. ആദത്ത് വന്ന് ചിലവര് നല്ല ആളുകൾ ചെയ്ത് ആദത്താക്കുമ്പോ പിന്നെ നമ്മളതിനെ ന്യായീകരിക്കേണ്ടി വരികയാണ്. യഥാർത്ഥത്തിൽ ഇത്തിബാണ് ഏറ്റവും ഹൈറ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിക്കാമെങ്കിൽ പോലും ഇത്തിബാന്റെ രീതിയാണ് നല്ലത്. ഇത്തിബാന്റെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് ഹംദ് സ്വലാത്ത് കൊണ്ട് തുടങ്ങാനാണ്. ഇനി അതല്ല, ഞാൻ ഇന്നലെ തെക്കുമൽ ഉസ്താദ് ചോദിച്ചതല്ലാത്ത വേറൊന്നുണ്ട്. ചില ഉസ്താദന്മാര് തുടങ്ങല് ആമീൻ 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേട്ടണങ്ങള് അതിനേറ്റ ചില ആളുകൾ തുടങ്ങൽ തന്നെ ആമീൻ പറഞ്ഞാണ്ട. അപ്പൊ അത് സുന്നത്ത് നഷ്ടപ്പെടുകയെന്ന്. ഹംദ് സ്വലാത്ത് കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്ന ആ സുന്നത്ത് തന്നെ നഷ്ടപ്പെടുക ചെയ്യുന്നത്. കാരണം എന്താ, ആമീൻ എന്ന് പറഞ്ഞ ഒരു ദുആണ്. ഹംദില്ലാതെ സ്വലാത്തില്ലാതെ ദുആ കൊണ്ടു തുടങ്ങി പിന്നെ ഹംദില്ലാതെ മുണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് ത്വഹഫയിലുള്ളത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത് എന്ന് താഴ്വ പറഞ്ഞില്ലേ. എന്നതുപോലെ ഹംദ് സ്വലാത്ത് കൊണ്ടാണ് ദുആ തുടങ്ങേണ്ടത്, പിന്നീടാണ് ദുആ വരേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ആമീൻ ആമീൻ ആദ്യം പറഞ്ഞാൽ ദുആ മുൻകടന്നു, ഹംദും സ്വലാത്തും പിന്തി. അപ്പൊ പിന്നെ ആ ഹംദ് സ്വലാത്ത് ഇബ്തിദായിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും. അപ്പൊ ദുആന്റെ ആദാബ് ബാത്തിലായി പോവുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ശരിയല്ല. എന്നാ അങ്ങനെ ചിലർ ഐറ്റങ്ങൾ ചിലർ ഇങ്ങോട്ട് പതിവാക്കാണ്. ഞാൻ ആമീ ആമീൻ പറയുന്നവരോട് തന്നെ മെല്ലെ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി. ദുആക്ക് കഴിഞ്ഞതിന് ശേഷം മെല്ലെ റൂമിൽ പോയിട്ട്
ദ്വാരക്കാനൊക്കെ പറഞ്ഞല്ലോ, നല്ലൊരു ബഹുമാനമൊക്കെ കാണിച്ചതിന് ശേഷം അല്ല ഉസ്താദെ, നമ്മൾ ഈ ഒരു ദ്വാ തുടങ്ങണതിന്റെ ഫസ്റ്റില് ചില മൂല്യന്മാരൊക്കെ നമുക്കറിയില്ല കേട്ടോ, നമ്മള് അറിയാത്തോണ്ട് ചോദിക്കുകയാണേ, ഈ ഹംദും സ്വലാത്തോട് തുടങ്ങലാണ് സുന്നത്ത് എന്നാണല്ലോ ഈ ഉസ്താദന്മാരൊക്കെ പറയുമ്പോ ഒക്കെ പറയണ കേൾക്കണത്. ഇപ്പൊ ഇവിടെ ആമീൻ കൊണ്ട് തുടങ്ങിയാൽ ഇപ്പൊ ആമീൻ എന്ന് പറഞ്ഞപ്പോ ഒരു ദ്വായല്ലേ, അപ്പൊ ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങുന്ന സുന്നത്ത് നഷ്ടപ്പെട്ട് ദ്വാന്റെ അദബില്ല, ഞാൻ ഉത്തരം കിട്ടാതെ ആകെയല്ല ചെയ്യാ. ഇനിയിപ്പോ എല്ലാ റിവായത്തിലോ അല്ലെങ്കിൽ മഹാന്മാരായ ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞതോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ആ സാധു തല ചൊറിയല്ലാതെ അതിന് തെളിവൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെയാണ് ശീലായി പോയതാണ് കുട്ടിയെ, അത്രേ മറുപടി ഉള്ളൂ. അതാണ് ശീലായി പോയതാണ്, അതിന് മറുപടി ഇല്ല. ശീലാകാൻ പാടില്ലത്. കാരണം എന്താന്ന് വെച്ചാൽ ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്ന മഹത്തായ സുന്നത്ത് നഷ്ടപ്പെടുകയും അത് മുഖേന ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള സാധ്യത ദൂരത്താവുകയും ചെയ്യാം. എന്നാൽ ബിസ്മിയോടാവുമ്പോ അങ്ങനെ കുഴപ്പമില്ല. കാരണം എന്താ, ബിസ്മി കൊണ്ട് തുടങ്ങൽ സുന്നത്തില്ല, അത് സത്യമാണ്. എങ്കിൽ പോലും ബിസ്മിയിൽ മഹത്തായ സനാഹ്, ഹംദ് ഉൾക്കൊള്ളുന്ന സനാഹ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഫിൽ ജുംല എന്താണെന്ന് പറയാ, ഫിൽ ജുംല ഹംദ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ദുആക്ക് ഇജാബത്ത് കിട്ടാതെ പോവില്ല. എങ്കിലും അത് സുന്നത്തല്ല. സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യലാണ് ഖൈറ്. കാരണം നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ഹിക്മത്തിനെക്കാട്ടിലൊക്കെ എത്രയോ വലിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഅ്. ആ ഇത്തിബായിൽ അവിടുന്ന് ചെയ്തു കാണിച്ചു തന്നതും സഹാബത്തിനോട് കൽപ്പിച്ചതും ഹംദ് സ്വലാത്ത് കൊണ്ട് തുടങ്ങാനാവുന്നു. അപ്പൊ അതാണ് നല്ലത്. ബിസ്മി ചൊല്ലുന്നത് സുന്നത്തല്ല, തന്നെയുമല്ല. സുന്നത്ത് നഷ്ടപ്പെടും എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഉത്തമമായ രീതിയല്ല. നല്ലതാ ബിസ്മി എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ബിസ്മി എല്ലാം പറ്റൂലല്ലോ. അതിൽപ്പെട്ട ബിസ്മി സുന്നത്തില്ലാത്ത സ്ഥല അവിടെ ഹംദാണ് സുന്നത്ത്. എന്നാൽ ആമീൻ തുടങ്ങൽ ഏതായാലും സുന്നത്തിനെതിരാണ്. ബിസ്മി സുന്നത്തിനെതിരല്ലെങ്കിൽ പോലും സുന്നത്തല്ല. അത് രണ്ടും വേറെയാണ്. ഒന്ന് സുന്നത്ത് അല്ലാതാവുന്നതും സുന്നത്തിന്റെ എതിരാവുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ ഹംദ് കൊണ്ടും സ്വലാത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും ഏറ്റവും അബുലഗായ ഹംദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹംദ്. പിന്നെ വേണമെങ്കിൽ കൂട്ടാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാലിൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ളത് കൂട്ടാം. ചുരുക്കുകയാണെങ്കിൽ ഏറ്റവും അബുലഗായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ്. കാരണം എന്താ, അല്ലാഹു തമ്പുരാൻ ഫാത്തിഹ സൂറത്തു തരീബുൽ മസ്അല എന്നൊരു പേരുണ്ടല്ലോ, അതിന് 16 പേരറ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഫാത്തിഹന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് സൂറത്തു തരീബുൽ മസ്അല. എങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് അടിയാറുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ഇറക്കിയ സൂറത്താണ്. അപ്പൊ ആ സൂറത്തിൽ കണ്ടോ, സൂറത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് അള്ളാഹു തആല അവിടുത്തെ ഹംദിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച കലിമത്ത്. ആ കലിമത്ത് കൊണ്ട് ദുആ ചെയ്യുമ്പോൾ പിന്നെ കൂട്ടത്തെ കൂട്ടിക്കോട്ടെ. ഹദീസിൽ വന്ന ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ തുടങ്ങി. അതുപോലെ തന്നെ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്ന് തുടങ്ങിയ ഹദീസുകളിൽ വന്ന വേറെ ഒരുപാട് ദുആകൾ ഹംദുകളുണ്ട്. അതൊക്കെ ഉപയോഗിക്കാം സാധ്യവും സൗകര്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ചുരുക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് ഏറ്റവും അബലഗായ ഹംദ്. ഇനി അതല്ല, ഒരാൾ അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞാലും സുന്നത്ത് കിട്ടും. പിന്നെ സ്വലാത്തും തന്നെ എങ്ങനെ, ഇഷ്ടമുള്ള ഏത് വചനങ്ങളും ഉപയോഗിക്കാം. അഫ്വലായ രൂപങ്ങൾ പലതും ഉണ്ടെങ്കിലും ഇബ്രാഹിമി സ്വലാത്ത് സലാമോട് കൂടി ചെല്ലുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബർക്കത്ത്. സലാം ഇല്ലാതെ ഇബ്രാഹിമി സ്വലാത്ത് ചെല്ലുമ്പോൾ സലാത്ത് പൂർണ്ണാവൂല, അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ വൽ ഖത്മു, ദുആന അവസാനിപ്പിക്കൽ സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ട്? ബിഹിമാ, ഹംദും സ്വലാത്തും കൊണ്ടും വബി ആമീന, ആമീൻ കൊണ്ടും. അപ്പൊ ഹംദും സ്വലാത്തും ആമീനും, അപ്പൊ 2 കൊണ്ട് തുടങ്ങി 3 കൊണ്ട് അവസാനിപ്പിക്കുക എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഒരു മുനാവറന്റെ സമയത്ത് ഇങ്ങനെ ദുആന്റെ ആദാബുകൾ ചോദിച്ചപ്പം പറഞ്ഞ് 2 കൊണ്ട് തുടങ്ങി 3 കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അങ്ങനെ പറഞ്ഞു.
അപ്പൊ മറ്റേ ആൾ ചോദിച്ചു, എന്താ ഈ 2 കൊണ്ട് തുടങ്ങി 3 കൊണ്ട് അവസാനിപ്പിക്കൽ ചോദിച്ചു. അപ്പോ ഇമാം അവർ പറഞ്ഞു, ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് തുടങ്ങുക, ഹംദും സ്വലാത്തും ആമീനും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അങ്ങനെ 2ഉം 3ഉം 2 കൊണ്ട് തുടങ്ങി 3 കൊണ്ട് അവസാനിപ്പിക്കൽ സുന്നത്താണ്. അത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അക്രബാണ് എന്നർത്ഥം. പിന്നെ നമ്മളെ സൂര്യ പണ്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, ഇതിനൊക്കെ പിന്നെ പറയാൻ പറഞ്ഞ് മാറ്റി വെച്ചതാ. ഞാൻ ഇന്ന് പറയാൻ ഞാൻ അത് വേണമെങ്കിൽ മൈക്ക് എടുത്തിട്ട് അത് ചോദിച്ചിക്കാണ്ട് നിലയുമ്പിളിയാക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പറയാ, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ സുന്നത്താവുന്ന രീതികളിൽ പെട്ടതാണ് മുഖവും നെറ്റിയും തടങ്ങിക്കൊണ്ട് ബിസ്മില്ലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹുർ റഹ്മാനുർ റഹീം അല്ലാഹുമ്മ അദ്ഹിബ് അന്നിൽ ഹമ്മ വൽ ഹസൻ എന്ന് ദുആ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സുന്നി റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് തന്റെ അദ്കാറിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്യക്കാരൊക്കെ അവരുടെ കിതാബുകളിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ നെറ്റി തടങ്ങി, പിന്നെ തല തടകുന്നതും പറഞ്ഞിട്ടുണ്ട്. മറ്റേ ദീല് ഏത് നമ്മളെ ജാവക്കാരന്റെ നിഹായത്ത് ഹുസൈനില്, ജാവക്കാരൻ ആരാന്ന് അറിയണ്ട, ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ആണ് ജാവ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജാവയിലാണ് അദ്ദേഹത്തിന്റെ നാട്, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പറ്റി ജാവക്കാരൻ എന്ന് പറയുന്നത്. നിഹായത്ത് ഹുസൈനിന്റെ അതില് നെറ്റി തടയുക, എന്നിട്ട് ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം തല തടയുക എന്നുകൂടി കാണുന്നുണ്ട്. പക്ഷെ ഇമാം നബി തങ്ങള് അദ്കാറിൽ പറഞ്ഞ അങ്ങനെ നെറ്റി മുഖവും തടകിയിട്ട് ചൊല്ലുക എന്നാണ്. ആട്ടെ, ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ മഅ്മൂമ് ആമീൻ പറയലും സുന്നത്തുണ്ട്. അവിടുത്തെ യുസന്നു ഇഫ്തിതാഹു ദുആഇ എന്ന് പറഞ്ഞു. ദുആഇനെ ഹംദ് സ്വലാത്ത് കൊണ്ട് തുടങ്ങുകയും ഹംദും സ്വലാത്തും ആമീൻ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക. വതഅ്മീനു മഅ്മൂമിൻ, മഅ്മൂമ് ആമീൻ പറയലും സുന്നത്താണ്. എങ്ങനത്തെ മഅ്മൂമ്? സമിഅ ദുആ അൽ ഇമാമി, ഇമാമിന്റെ ദുആ കേട്ടവനായ മഅ്മൂം. ഇമാമിന്റെ ദുആ കേൾക്കുന്നവനായ മഅ്മൂമ് ആമീൻ പറയൽ സുന്നത്താണ്. അവിടെ ഈ മഅ്മൂമ് വൈൻ ഹഫിള ദാലിക, ഈ ദുആ ഒക്കെ മൂപ്പർക്കും ഹഫിളുണ്ട്, നല്ല മോചാരി തന്നെ. എന്നാലും വേണ്ടിയില്ല, കൂട്ടപ്രാർത്ഥനയല്ല നല്ലത്, കൂട്ടുപ്രാർത്ഥനയാവുന്നു. പണ്ട് കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് വഹാബികൾ പറയണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ശംസുൽ പറഞ്ഞു, അത് നമ്മളല്ലടാ പറയുന്നത് കൂട്ടപ്രാർത്ഥന പാടില്ല എന്ന്. അവൻ പറയുന്നത് കൂട്ടപ്രാർത്ഥന വേണമെന്നാണ്. നമ്മൾ പറയുന്നത് കൂട്ടപ്രാർത്ഥന അല്ല വേണ്ടത്, നമ്മൾ പറയുന്നത് കൂട്ടുപ്രാർത്ഥന വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടപ്രാർത്ഥന, കൂട്ടവാങ്ക് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി ദ്വാരക്കുന്നതിനാണ് കൂട്ടപ്രാർത്ഥന എന്നറിയാം. അതേസമയത്ത് കൂട്ടുപ്രാർത്ഥന പറഞ്ഞാൽ ജമാഅത്തായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഒരാൾ ദ്വാരക്കുക, ബാക്കിയുള്ള ആമീൻ പറയാം, അപ്പൊ കൂട്ടുപ്രാർത്ഥനയാവും. അതേസമയത്ത് കൂട്ടപ്രാർത്ഥന ചെയ്യാനാണ് ആര് പറയുന്നത്? വഹാബി പറയുന്നത് കൂട്ടപ്രാർത്ഥന. അത് വേണ്ട, കൂട്ടപ്രാർത്ഥനയാകുമ്പോൾ ആകെ ഒച്ചമ്പിളിയാവൂല, എല്ലാവരും കൂട്ടിയാണ്ട് ദ്വാരക്കുക. അതുകൊണ്ട് കൂട്ടപ്രാർത്ഥനയല്ല വേണ്ടത്. ഇപ്പൊ ഇയാൾക്കും കിട്ടു, അതാണ് വൈനാഫിള്ളതായിരിക്കും, ഈ മൗമൂമിന് നല്ലോണം കിട്ടും അതുമൊക്കെ. എന്നാലും വേണ്ടിയില്ല, കൂട്ടപ്രാർത്ഥന വേണ്ട, കൂട്ടുപ്രാർത്ഥനയാകുക. ഇമാമ് ദ്വാരക്കുക, മൗമൂമ് ആമീൻ പറയാം. വലിയ കാര്യമാണത്. യഹൂദികൾ മുഅ്മിനീങ്ങളായ നമ്മളോട് അസൂയ വെക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇമാമ് ദുആ ചെയ്യുകയും മഅ്മൂം ആമീൻ പറയുകയും ചെയ്യുമ്പോൾ 2 ആൾക്കും കൂടി ദുആ ചെയ്ത കൂലി കിട്ടുന്നു എന്നത് ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്തതാണ്. അതിൽ യഹൂദികൾ അങ്ങേയറ്റം നിങ്ങളെ അസൂയ വെക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായി പാലിച്ചു കൊള്ളണം എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്നെ ഫാത്തിഹയുടെ അവസാനത്തിൽ വലല്ലാലീൻ പറഞ്ഞതിന് ശേഷം ആമീൻ പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ്. അപ്പോ ആ യഹൂദികളെ അച്ചാരം വാങ്ങിയത് കൊണ്ടോ എന്തോ ഇമാമ് ദ്വാരന്ന് മൗമൂമിങ്ങൾ ആമീൻ പറയുമ്പോ പറ്റാത്ത ചില ആളുകൾ നമ്മളെ ആളുകളുടെ ഇടയിലും ഉണ്ട്. എന്നിട്ട് ഓരതിനിങ്ങനെ ചൊറി കുത്തിക്കൊണ്ട് ഓരോന്ന് പിച്ചും പയും പറഞ്ഞുകൊണ്ട് നടക്കുക. ചൂടോർക്കന്നെ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്
മുമ്പ് കഴിഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ദുആ ചെയ്യുകയും മഹാനായ നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം ആമീൻ പറയുകയും ചെയ്തപ്പോൾ അത് ഉജീബ ദഅവതുകുമാ എന്ന് അല്ലാഹു പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ചെയ്ത ദുആ അല്ലാഹു തആല ഇജാബത്ത് തന്നു. അപ്പം ഇമാം ദുആ ചെയ്യുകയും മഅ്മൂം ആമീൻ പറയുകയും ചെയ്താൽ രണ്ടാളും ദുആ ചെയ്തതിന് തുല്യമാണ് എന്നത് മുമ്പ് കഴിഞ്ഞ ഈ രണ്ട് നബിമാർക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കാത്തൊരു ഔദാര്യമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തആല തന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇമാമ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സുന്നത്താ. ഇനി മറ്റൊരദബ് വറഫു യദൈഹി, രണ്ട് കരങ്ങളെ ഉയർത്തലും സുന്നത്താണ്. എങ്ങനത്തെ കൈ? അത്താഹിറത്തൈനി, നജസില്ലാത്ത, അഥവാ കയ്യിൽ നജസ് ഉണ്ടെങ്കിൽ അത് മറയോട് കൂടിയാണെങ്കിൽ പോലും കൈ ഉയർത്തൽ കറാഹത്താണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവിടെ ഇനി പറഞ്ഞാല് ഒരുപാട് പറയാണ്ട്, അപ്പൊ നമ്മൾ ഓത്ത് നീളൂല. എന്നാലും പറയാ, ഈ ദ്വാരക്കുക എന്ന് പറയുമ്പോ കൈ പൊക്കണ എന്തിനാ? പണ്ട് കാലത്ത് ഈ അരിജനങ്ങളൊക്കെ അവരുടെ തമ്പുരാൻ പഠിക്കൽ ചെന്നിട്ട് യജമാനനോട് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ വളരെ താഴ്മയോട് കൂടി അല്പം തല കുനിച്ച് നിന്ന് രണ്ട് കൈയും കുമ്പിളാക്കി കാട്ടിയിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അതെന്താണ്? യജമാന ഭക്തിയാണ്. എന്നതാൽ ലോകരക്ഷിതാവാവുന്ന മലിക്കുൽ ജബ്ബാറാവുന്ന തമ്പുരാനോട് അവന്റെ റഹ്മത്തിനെ കൈക്കുമ്പിൾ കാട്ടി ചോദിക്കുകയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. വല്ലാത്ത സങ്കടാണ്. ദ്വാരക്കാതെ പോകുന്ന വഹാബിനെ കാട്ടിയും മതബുകേടാണ് ദ്വാരക്കാൻ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് ഓക്കാനിക്കാൻ കുത്തിരിക്കുന്ന ചില സുന്നികൾ. എന്താണ്? ഒരു കൈ ഇങ്ങനെ മടക്കിയിട്ട് രണ്ടുകൂടി പൊക്കിയിട്ട് താടിക്ക് ഇങ്ങനെ കുത്തു കൊടുത്തിട്ട് ഇങ്ങനെ തലയും താത്തി കുത്തിരിക്കും. പണ്ടാറടക്കാൻ തോന്നുന്നു കഴിഞ്ഞിട്ടെ എന്നാണ് അവന്റെ ഇരുത്തം കണ്ടാൽ തന്നെ. കുട്ടി സുറാങ്കിന്റെ ഇരുത്തം പോലെ എന്നാണ് അതിന് പറയല്. കുട്ടി സുറാങ്കിനെ അറിയോ? ആരോരിന് ഒരു ഞാനത് കണ്ടിട്ടൊന്നുമില്ല. കുട്ടി സുറാങ്ക് തന്നെ ഉസ്താദ് പറയുന്ന കേട്ടിന്. അത് ഇങ്ങനെയാണ് അത്ര, ഇങ്ങനെ എന്തോ ഒരു ദുഃഖിച്ചിരിക്കും പോലെ തലയും താത്തിയിട്ട് ഇങ്ങനെ ആ കോലത്തിൽ ചില ആളുകൾ കുട്ടി സുറാങ്ക് കുത്തിരിക്കും പോലെ താടിമേൽ കയ്യും കുത്തിയിട്ട് തലയും താത്തിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുക. എന്താണ് ഞാൻ ചെയ്യുന്നത്? വേറെ ചില ആളുകൾ അങ്ങനെയല്ല. വേറെ ചില ആളുകൾ ഓന്റെ ദക്കറിനൊരു ഹിജാബ് എന്നുള്ള നിലക്ക് കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ ദക്കറിന്റെ മുകളിൽ ഇങ്ങനെ ആ രണ്ട് കാലിന്റെ തൊടന്റെ ഇടയിൽ അവിടെ വെക്കും. ചെങ്ങായിമാരെ, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഓക്കാനിക്കുന്നത്? നിങ്ങൾക്ക് നീച്ചു പോയിക്കൂടെ? ആ ജാതി ഹമുക്കുകൾ നീച്ചു പോകാൻ വേണ്ടത്. കാരണം എന്താ? മലിക്കുൽ ജബ്ബാറായ തമ്പുരാനോട് അവന്റെ റഹ്മത്തിനെ കോരിച്ചൊരിയാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് ഈ പ്രാർത്ഥന. അങ്ങനെ റബ്ബ് നമ്മളിലേക്ക് ഒഴുക്കുന്ന ആ മഹത്തായ റഹ്മത്ത് സ്വീകരിക്കാൻ വേണ്ടി താഴ്മയോടുകൂടി കൈക്കുമ്പിൾ കാട്ടുകയാണ് ഈ ദ്വായിൽ കൈയുയർത്തുക എന്ന് പറയുന്നത്. അത് എന്റെ ദക്കറിന് മറ വെച്ച് കണ്ട് കാലിന്റെ തൊടന്റെ ഇടയിൽ വെക്കുക, അതല്ലെങ്കിൽ കയ്യെ മടക്കിയിട്ട് താടിമ കുത്തുക, ഇതൊന്നും അല്ല വേണ്ടത്. ഞാൻ ചെയ്യുന്നത് എന്റെ ഉള്ളും പുറവും അറിയുന്ന എന്റെ ഷാഹിദായ മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട് അവന്റെ കാരുണ്യത്തെ ചോദിക്കുകയാണ്. അവൻ എന്തായാലും എനിക്കത് തരും. ആ തരുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈനീട്ടുന്നത് എന്ന നിലക്ക് ശുദ്ധിയുള്ള കൈകൾ രണ്ടും കുമ്പിളാക്കിയിട്ടോ അകറ്റിപ്പിടിച്ചിട്ടോ രണ്ടായാലും കൈവെള്ള മേൽപോട്ട് ഉയർത്തി താഴ്മയോട് കൂടിയിരുന്ന് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഇജാബത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്താണ് നമ്മൾ കൊതിക്കുന്നത്. എന്നിട്ട് ആ മൊത്ത് തടകണം എന്ന് പറയും. അതെന്താ? ഈ കിട്ടിയ റഹ്മത്ത് നമ്മുടെ ഏറ്റവും അഷ്റഫായ അവയവമാവുന്ന മുഖത്ത് തടകിയിട്ട് അള്ളാഹുവിന്റെ ആ കിട്ടിയതിനോടുള്ള ബഹുമാനം കാണിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അജർ റസൂലൊക്കെ ഒന്ന് തൊട്ടിട്ടൊന്ന് മുത്തണില്ലേ, കൈയൊന്ന് ചുംബിക്കണില്ലേ എന്നതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾ ദുആ ചെയ്തു, അള്ളാഹു തആല തന്നു എന്ന് തന്നെ വിശ്വസിക്കണം. അത് ബഹുമാനപൂർവ്വം ചുംബിക്കുകയും മുഖത്തോടടുപ്പിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിനോടുള്ള ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുകയുമാണത്. അപ്പൊ അതുകൊണ്ട് നല്ല നിലക്ക് കൈ, ശുദ്ധിയുള്ള കൈ ഏതുവരെ ഉയർത്തണം? ഹൽവ മങ്കിബൈഹി, ചുമരിന്റെ നേരിടുന്നത് വരെ. അതിന്റെ മേപ്പെട്ട് സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ ഉയരണ്ട. എന്നാൽ വലിയ വിപത്തുകൾ ഉയർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നാസിലത്തിന്റെ കുനൂത്ത് പോലത്തതൊക്കെ ആണെങ്കിൽ അല്പം കൂടി ഉയർത്തൽ സുന്നത്തുണ്ട്. ഇനിയോ മസ്ഹുൽ വജ്ഹി, മുഖം തടകലും സുന്നത്തുണ്ട്. ബിഹിമായി രണ്ട് കൈകളെ കൊണ്ട് ബാഹു ദുആക്ക് ശേഷം. അപ്പൊ ദുആ കഴിയുന്നത് വരെ വളരെ ബഹുമാനപൂർവം
കൈകൾ രണ്ടും കുമ്പിളാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ രണ്ടും കൈകൾ അകറ്റിപ്പിടിച്ചുകൊണ്ടോ കൈ മേപ്പോട്ട് എന്താ തോനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ അകറ്റി പിടിച്ചിട്ട് രണ്ട് കൈയോടുകൂടി ഇങ്ങനെ താങ്ങി പിടിച്ചു വാങ്ങുന്ന കോലത്തിൽ രണ്ടായാലും റബ്ബിനേക്ക് അവന്റെ റഹ്മത്ത് ചോദിക്കുകയാണ്. അവനിങ്ങനെ കോരിത്തരും. ആ തരുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈ ഉയർത്തുന്നത് എന്ന പ്രതീതിയിൽ അതബോടും ബഹുമാനത്തോടും കൂടി കൈ ഉയർത്തുകയും ദുആ കഴിഞ്ഞതിന് ശേഷം അല്ലാഹു തആല ചെയ്തു തന്ന ആ വലിയ റഹ്മത്ത് അതിനെ ഞാൻ ബഹുമാനിച്ച് സ്വീകരിക്കുന്നു എന്ന നിലക്ക് മുഖം മുത്തുകയും മുഖത്ത് കൈ തടവുകയും ചെയ്യുക. അതിന്റെ പുറമെ ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുകയും ചെയ്യുക. ഹാലത്ത ദിക്രി, ദിക്ർ ചെല്ലുമ്പോഴും അവിദ്വായി അല്ലെങ്കിൽ ദുആ ചെയ്യുമ്പോഴും ഒക്കെ ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കുകയും ചെയ്യൽ സുന്നത്താണ്. പക്ഷേ ഇത് എല്ലാവർക്കുമല്ല. ആർക്കാണ്? ഇൻകാന മുൻഫരിദൻ, ഒറ്റക്കാണെങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുക. ഔ മൗമൂമൻ, അല്ലെങ്കിൽ മൗമൂമാണെങ്കിലും ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുക. ഒറ്റക്ക് സ്കരിക്കുന്നവനും മൗമൂമും ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ദിക്റും ദുആവും ചൊല്ലൽ സുന്നത്താണ്. ഇനി മൂന്നാമത്തെ ഒരു കക്ഷി ഉണ്ടല്ലോ, അതാരാ? ഇമാമ്. അയാൾ എന്താണ്? അമ്മൽ ഇമാമു. അപ്പൊ ഈ ഒറ്റക്ക് സ്കരിക്കുന്നവനും മൗമൂമും ഖിബ്ലക്ക് മുന്നിട്ടാണ് ഇരുന്ന് ദുആ ചെയ്യേണ്ടത്, ദിക്ർ ചൊല്ലേണ്ടതുമെങ്കിൽ ഇമാമോ ഇദാ തറക്കൽ ഖിയാമ, എഴുന്നേറ്റ് മാറിയിരിക്കുക എന്നതിനെ ഒഴിവാക്കുകയാണെങ്കിൽ. എന്താ എഴുന്നേറ്റ് മാറിയിരിക്കുകയാണ്? ഖിയാമിന് അങ്ങനെ അർത്ഥം കിട്ടുമോ? അതിപ്പുറത്ത് പറയേണ്ടത് മാറിയിരിക്കുകയാണ്. എഴുന്നേറ്റ് പോകുക എന്നാ വഹാബിയുടെ അർത്ഥം വെക്കല്. എഴുന്നേറ്റ് പോകല്ല, ഈ മുസല്ലയിൽ നിന്നിട്ട് അഥവാ മെഹ്റാബിൽ നിന്നും സലാം വീട്ടിയാൽ എഴുന്നേറ്റ് അല്പം അപ്പുറമോ ഇപ്പുറമോ മാറിയിരിക്കൽ സുന്നത്താണ് എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തിനോട് ആർക്ക് യോജിപ്പില്ല? മഹാനായ മഖ്ദൂം തങ്ങൾക്ക് ആ അഭിപ്രായത്തിനോട് യോജിപ്പില്ല. എന്നാ പിന്നെ ശൈഖുന പറഞ്ഞതെന്ന് പറയാ. എങ്ങനത്തെ ഖിയാമ് മുസല്ല, അദ്ദേഹം നിസ്കരിച്ച ആ മെഹ്റാബിൽ നിന്നിട്ട് അല്ലെങ്കിൽ ആ മുസല്ലയിൽ നിന്നിട്ടും എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കൽ. അല്ലതി എങ്ങനെയുള്ള എഴുന്നേറ്റ് മാറിയിരിക്കലാണ്? ഹുവ, ആ എഴുന്നേറ്റ് മാറിയിരിക്കൽ അഫ്ദലുഹു, ഇമാമിന് അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. എന്തിനെക്കാട്ടിലും? അത് വെക്കണം. എന്തിനെക്കാട്ടിലും? അവിടെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും. ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ദ്വാരക്ക, അതിനെക്കാട്ടിലും അഫ്ദൽ എന്താണ്? എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കല. അതൊഴിവാക്കുകയാണെങ്കിൽ പിന്നെ ഫല്ലഫ്ദലു, അപ്പോ അയാളെ സംബന്ധിച്ച് ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞാൽ ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുന്നതിനെക്കാട്ടിലും അതുപോലെ തന്നെ സ്ഥലം മാറിയിരിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ അഫ്ദല് ജഅലു യമീനിഹി, വന്റെ വലഭാഗത്തെ ആക്കലാണ് ഇലൽ മൗമൂമീന, മൗമൂമിങ്ങളിലേക്ക്, വയസാറഹു, ഇടത് ഭാഗത്തെ ആക്കുക, ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക്. അപ്പൊ ഇവിടെ മൂന്ന് കോലാണ്. ഒന്ന് സലാം വീട്ടിയ കോലത്തിൽ തന്നെ ഇരിക്കുക, ഒന്ന് സലാം വീട്ടി അതേ കോലത്തിൽ തന്നെ ഇരിക്കുക. അത് അഫ്ദലല്ല. അങ്ങനെ ഇല്ല, ഹറാമൊന്നുമില്ല, കറാത്തുമില്ല. പക്ഷെ അഫ്ദലല്ല. അഫ്ദൽ എന്താണ്? രണ്ട് രീതി. ഒന്ന്, ഇവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ചപ്പുറം അപ്പുറവും മാറിയിരിക്കുക. അതല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇടത് ഭാഗം ഖിബ്ല കൊള്ളയും വലതു ഭാഗം മൗമൂമികളിലേക്കും ആകുന്ന നിലക്ക് തിരിഞ്ഞിരിക്കുക. ഇങ്ങനെ രണ്ട് രീതിയാണ്. ഇതിലേറ്റവും അഫ്ദല് തിരിഞ്ഞിരിക്കുന്ന രീതിയാണ്. എന്നാൽ മാറിയിരിക്കുന്ന രീതിയും നല്ലത് തന്നെ. പക്ഷെ എന്തിനെക്കാട്ടിലും നല്ലതാണ്? ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ്. അപ്പൊ ഈ മുഫദ്ദൽ അലൈഹിം എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? മൂന്ന് രീതി. ഒന്ന് ഖിബ്ല കൊള്ള തിരിഞ്ഞിരിക്കുന്ന രീതി, മൗമൂമും ഒറ്റയ്ക്ക് സ്കരിക്കുന്നതും ഖിബ്ല കൊള്ള ആണ് ഇരിക്കുന്നത്. അന്നതുപോലെ ഇമാമിനും ഖിബ്ല കൊള്ള ഇരിക്കാൻ ഹറാമൊന്നുമില്ല. പക്ഷെ ആ ഖിബ്ല കൊള്ള ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ്? സ്ഥലത്തു നിന്ന് മാറിയിരിക്കലാണ്.
അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ തന്നെ തിരിഞ്ഞിരുന്നു കൊണ്ട് ദിക്റും ദുആയും ചെയ്യലാണ്. ഇതിപ്പോ എവിടുന്നേ കിട്ടിയെന്ന് വെച്ചാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്നെ തന്റെ തുഹഫയിൽ അതുപോലെ തന്നെ ശറഹുൽ ബാബിലൊക്കെ ഇക്കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ചില അയിമ്മത്ത്, നമ്മളെ ഇമാമിയങ്ങളിൽപ്പെട്ട ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഉടനെ മുസല്ലയിൽ നിന്നിട്ട് അഥവാ മെഹ്റാബിൽ നിന്ന് ഇമാമ് മാറിയിരിക്കണം. പിന്നീട് അവിടെ ഇരിക്കൽ ഹറാമാണ്. കാരണം പള്ളിയിൽ ഏറ്റവും അഫ്ളലായ സ്ഥലം മെഹ്റാബാണ്. അപ്പൊ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അയാൾ മാറിയിരുന്നില്ലെങ്കിൽ പിന്നീട് വരുന്നവർക്ക് ഏറ്റവും അഫ്ളലായ ഈ മെഹ്റാബ് ഉപയോഗിക്കുന്നതിന് ഇയാൾ പ്രതിബന്ധമാവുന്നു. അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഹൈറിന് തടയുക എന്ന നിലക്ക് സലാം വീട്ടിയതിനു ശേഷം അവിടെ തന്നെ ഇരിക്കുക എന്നത് ഹറാമാണ് എന്ന് ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു ചോദ്യം ചെയ്യുന്നു. മെഹ്റാബ് പള്ളിയിൽ ഏറ്റവും അഫ്ളലാണ് എന്നതിന് ഖുർആനിലോ തിരുസുന്നത്തിലോ പൂർവികരായ ഇമാമിയങ്ങളുടെ തിരുവചനങ്ങളിലോ യാതൊരു രേഖയുമില്ല. നിങ്ങൾ വെറുതെ ഊഹം വെച്ച് പറഞ്ഞതാണ്. മെഹ്റാബ് എന്ന സമ്പ്രദായം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല, ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തും ഇല്ല. പള്ളികളിൽ ആദ്യമായി മെഹ്റാബ് സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. അതിന് കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെയും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഖവാരിജുകൾ ഗൂഢാലോചന നടത്തുകയും അതിൽ അലി റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുകയും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് പകരം വന്ന് ഇമാമത്തിന് പോയ ആൾ കൊല്ലപ്പെടുകയും മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അരക്കെട്ടിന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷമാണ് പള്ളികളിൽ മെഹ്റാബ് എന്ന സമ്പ്രദായം വരുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിലവിൽ വന്നതാണ് മെഹ്റാബ് എന്നതുകൊണ്ട് മെഹ്റാബിന് മറ്റുള്ള സ്ഥലത്തെക്കാട്ടിന് പുണ്യവും പോരിശയോ വിഡിയില്ല, ഖുർആനിലും ഇല്ല ഹദീസിലും ഇല്ല, വെറുതെ പറയാണ്. ഇനി രണ്ടാമത്തെ മറുപടി, വാദത്തിന് വേണ്ടി സമ്മതിക്കുക. എന്ത് വാദത്തിന് വേണ്ടി സമ്മതിക്കുക? ഏറ്റവും ശ്രേഷ്ഠത എവിടേക്കുണ്ട്? മെഹ്റാബിനുണ്ട്. യഥാർത്ഥത്തിൽ ഇല്ല, ഇനി ഉണ്ട് എന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ തന്നെ നിസ്കാരം നിർവഹിച്ച ഇമാമിന് നിസ്കാരത്തിന്റെ തവാബിയിൽപ്പെട്ട ദിക്ർ ദുആകൾ കഴിയുന്നത് വരെ അയാളുടെ ഹക്ക് തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റാ മതി. ഇപ്പൊ ഇത് വസ്തുത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോ ഇമാമ് അവിടെ തന്നെ ഇരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് മാറിപ്പോകണം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നതിനെ തെറ്റാണ് എന്ന് പറയുന്ന ആളുകളുടെ വാദത്തെ കൂടി അംഗീകരിച്ചുകൊണ്ട് എന്നാൽ സ്ഥലം മാറിയിരിക്കാം, എന്നിട്ട് ചെയ്യാമല്ലോ ദിക്റും ദുആവും. അതുകൊണ്ട് അതാണ് നല്ലത്. പക്ഷെ എന്തിനേക്കാൾ നല്ലത് അത് മനസ്സിലാക്കണ്ടേ? എന്തിനേക്കാൾ നല്ലത്? മെഹ്റാബിൽ തന്നെ ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അഫ്ളലാണെന്ന് നമ്മൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായം ഇമാമിയങ്ങൾക്കുള്ളത് കൊണ്ട് ഒന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഇരുന്നു കൊണ്ട് ദിക്റും ദുആവും ചെയ്യാം. പക്ഷേ അടിസ്ഥാനപരമായി പറഞ്ഞ അവരുടെ വാദം തന്നെ ശരിയല്ല. അങ്ങനെ അഫ്ളലായ സ്ഥലമാണെന്ന് തെളിയില്ല. ഇനി അഥവാ അഫ്ളലാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഇവിടെ വെച്ച് നിസ്കരിച്ച ഇമാമിന് നിസ്കാരത്തിന്റെ തവാബിയാവുന്ന ദിക്റും ദുആവും കഴിയുന്നത് വരെ അയാളുടെ ഹക്കാണ്, അത് മറ്റൊരാൾക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതില്ല എന്ന ന്യായം വെച്ചുകൊണ്ട് ഇത് ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുന്നതിനെക്കാട്ടിലും മെച്ചാണെന്ന് പറയാം. പക്ഷേ ആ വാദത്തിന് തെളിവില്ലാത്ത സ്ഥിതിക്ക് എന്നാൽ ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇരിക്കുന്ന മൗമൂമിങ്ങളുടെ കൂട്ടത്തിൽ ഗഫലത്തുള്ളവരോ അല്ലെങ്കിൽ പുറമെ നിന്ന് കയറി വരുന്നവരോ നിസ്കാരം തന്നെയാണോ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് കൊണ്ട് അതേ രീതിയിൽ ഇരിക്കുന്നല്ല വേണ്ടത്, എന്നാൽ മാറിയിരിക്കുന്നതിന് ന്യായവുമില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നല്ലത് തിരിഞ്ഞിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഗഫലത്തുള്ളവർക്കും തെറ്റിദ്ധാരണ വരൂല, പുറമെന്ന് കയറി വരുന്ന ആളുകൾക്കും തെറ്റിദ്ധാരണ വരൂല. ആ പ്രശ്നം തീർന്നും ചെയ്ത് തെറ്റിദ്ധാരണ വരിക എന്നുള്ള പ്രശ്നം തീർന്നു. എന്നാൽ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ദിക്റും ദുആവും ചെയ്യുക എന്ന് പറയുന്നത് ഇജാബത്ത് കിട്ടാൻ കൂടുതൽ എളുപ്പമായതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കലാണ് ഏറ്റവും അഫ്ളല്.
കാല ഷെയ്ഖുന പറയാണ്, ദിക്ർ ചെല്ലുമ്പോഴും ദുആ ചെയ്യുമ്പോഴും ഇമാമ് മൗമൂമിങ്ങളിലേക്ക് വലതുവശവും ഇടതുവശവും ഖിബ്ലയിലേക്കും ആവുന്ന നിലക്ക് തിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത് ദിക്റിൽ മാത്രമല്ല ദുആയിലും അങ്ങനെ തന്നെ എന്ന് പറയാം. അത് പ്രത്യേകം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ദുആയിൽ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്യുന്നത് പ്രത്യേകം പുണ്യമുണ്ട്. പക്ഷെ അത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മെഹ്റാബിലിരിക്കുന്ന ഇമാമ് ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഇരിക്കേണ്ട, ദുആ ചെയ്യുമ്പോഴും തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇനി മാറിയിരിക്കാൻ എവിടെ വന്നു എന്ന് ആരുരെ, അതാ ഞാൻ പറയുന്നത്. വൻസിറാഫുഹു, ഇവിടെ ഖിയാമുണ്ട്. അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ, അൽ ഖിയാമു മിൻ മുസല്ല ഉണ്ടല്ലോ, അത് സ്ഥലത്ത് മാറുക എന്ന് പറഞ്ഞാൽ അപ്പൊ ദിക്ർ ദുആ വേണ്ടേ. വൻസിറാഫുഹു, ഇമാമ് സ്ഥലം മാറിപ്പോല്, ലാ യുനാഫി, എതിരാവൂല, നദ്ബ് ദിക്രി ലഹു, ഇമാമിന് ദിക്റും ദുആവും സുന്നത്താണ് എന്നതിനോട് എതിരല്ല. അഖിബഹ, നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ ദിക്റും ദുആവും ഇമാമിനും സുന്നത്താണ് എന്നതിനോട് എതിരല്ല. സലാം വീട്ടിയ മുസല്ലയിൽ നിന്നിട്ട് എഴുന്നേറ്റ് മാറണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ലി അന്നഹു, കാരണം ഈ ഇമാമ് ആ ദിക്റും ദുആവും കൊണ്ടുവരാലോ ഫീ മഹല്ലിഹി അല്ലദീ അൻസരിഫു ഇലൈഹി, കണ്ടോ, മാറി ഇരുന്ന സ്ഥലത്തുനിന്ന്. അപ്പൊ നീച്ച് പോകാനല്ല പറഞ്ഞ വഹാബി അറിഞ്ഞേക്ക്, മറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കാനാണ്. അപ്പൊ ഒരു ചോദ്യം, അപ്പൊ ഇമാമിനും നിസ്കരിച്ചതിന്റെ ഉടനെ ദിക്റും ദുആവും സുന്നത്തില്ലേ? ഉണ്ടോ? അപ്പൊ പിന്നെ നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്നറിഞ്ഞോ? എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞ വഹാബിയല്ലേ പറഞ്ഞത്? നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എഴുന്നേറ്റ് മാറിയിരിക്കണം എന്നല്ലേ പറഞ്ഞത് കേട്ടോ. വഹാബി പറയുന്നത് കാമമിൻസല്ലാന്ന് നിസ്കരിച്ചോടത്ത് നീച്ചു പോകാൻ അർത്ഥം വെച്ച വഹാബിയാണ്. നമ്മൾ പറഞ്ഞ മാറിയിരിക്കുക എന്നാണ്. അപ്പൊ ആരും ഒരു ബേജാറുണ്ട്, ഇനി വർഷവന് എങ്ങനെ ഖിയാമുമിൻ മുസല്ല എന്ന് പറഞ്ഞാൽ മാറിയിരിക്കുക എന്ന് ഇവിടുന്ന് കിട്ടുക, മാറിയിരിക്കുക തന്നെയാണ് അതിന്റെ അർത്ഥം. അത് പുറത്ത് കിട്ടുക. അപ്പൊ ഒരു ഇഷ്കാല്, ഇമാം എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞാല് പിന്നെ അയാൾക്ക് ദിക്റും ദുആവും സുന്നത്തില്ലേ? അതിന് വഹാബിയല്ലേ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞോടോ? നമ്മൾ മാറിയിരിക്കണം എന്നല്ലേ പറഞ്ഞത്? ആ മാറി ഇരുന്ന സ്ഥലത്ത് നിന്ന് വരുന്നോട്ടെ എന്ന് കേട്ടോ. അതാ കാമമിൻ മുസല്ലാഹു ഇലാ ഗൈരിഹീന, മുസല്ലയിൽ നിന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാന്ന്. കാമമിൻഹു എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്ഥലം മാറുക എന്നർത്ഥം, അല്ലാതെ എഴുന്നേറ്റ് പോകാന്നല്ല. വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിയിരിക്കുക. അപ്പൊ ആ മാറി ഇരുന്നോടത്തുനിന്ന് ദിക്റും ദുആവും ചെയ്തോട്ടെ. ഇനി വേറെ കാര്യം, വലായഫൂത്തു, ഈ ദിക്ർ ദുആഇന്റെ സുന്നത്ത് ഖളാഊല, നഷ്ടപ്പെടൂല. ബിഫീൽ റാത്തിബത്തി, നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ദിക്റും ദുആവും ചൊല്ലിയാലോ എന്നാലും സുന്നത്ത് കിട്ടും. പക്ഷേ അതുകൊണ്ട് എന്ത് പോകും? അതിന്റെ കമാലിയത്ത് പോവും, അഫ്ളല് പോവും. വൈന്നമാൻ ഫായിത്തു ബിഹി, ഈ റവാത്തിബിനെ ചെയ്യൽ കൊണ്ട് നഷ്ടപ്പെടുന്നത് കമാലുഹു, കണ്ടോ, അതിന്റെ ഈ സുന്നത്തിന്റെ കമാലിയത്ത് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പാണ് ദിക്റും ദുആവും ചെയ്യേണ്ടത്. അതാണ് പൂർണ്ണമായ കാമിലായ രൂപം. ഒരാൾ ആദ്യം സുന്നത്ത് നിസ്കരിച്ചതിന്റെ ശേഷം പിന്നെ ദിക്റും ദുആവും ചെല്ലുകയാണെങ്കിലോ സുന്നത്തൊക്കെ കിട്ടും, പക്ഷേ കാമിലായ രൂപം നഷ്ടപ്പെടും. അപ്പൊ ആദ്യം ദ്വാരുന്നത് ദിക്റും ദുആവും കഴിഞ്ഞിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കലാണ് അഫ്ളല്. ഒരാൾ മറിച്ച് സുന്നത്ത് നിസ്കരിച്ചതിന് ദിക്റും ദുആവും ചൊല്ലിയാലോ കുഴപ്പമില്ല. പക്ഷെ ഹനഫികൾക്ക് നേരെ മറിച്ചാ. ഹനഫികൾ പറയുന്നത് സലാം വീട്ടിയാൽ അല്ലാഹു അൻതസ്സലാം മിൻകസ്സലാം തബാറക യാദൽ ജലാലി വൽ ഇക്റാം എന്നതിന്റെ അപ്പുറം ഒന്നും ചെല്ലാതെ ആദ്യം റവാത്തിബ് നിസ്കരിക്കുക, റവാത്തിബ് നിസ്കരിച്ചതിന്റെ ശേഷം പിന്നീടാണ് ദിക്റും ദുആവും ചെയ്യൽ സുന്നത്ത് എന്ന് അവർ പറയുന്നു. അപ്പൊ ആ മദ്ഹബുകാർ അങ്ങനെ ചെയ്തോട്ടെ. നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല. തന്നെയല്ല, ഹദീസുകളൊക്കെ ഒക്കെ ലഭിക്കുന്നതും അങ്ങനെയല്ല. സലാം വീട്ടിയ ഉടനെ ദിക്റും ദുആവും ചെല്ലുക, അതിന്റെ ശേഷം സുന്നത്ത്. ഇനി മറിച്ചൊരാൾ ചെയ്താലോ അതിന്റെ പൂർണ്ണരൂപം നഷ്ടപ്പെടും, എന്നാൽ സുന്നത്ത് കിട്ടുകയും ചെയ്യും. വഖളിയത്തു കലാമിഹിം, അവിടെ ഒരു വരിയും കൂടി ഉണ്ട്, അതാണ് പൂർത്തിയാക്കാം. വഖളിയത്തു കലാമിഹിം, മഹാന്മാരായ ഇമാമിങ്ങളുടെ കലാമിന്റെ താല്പര്യം ഹുസൂലു സവാബി ദിക്രി, ദിക്റുകളുടെ പ്രതിഫലം കിട്ടും എന്നാണ്. വൈൻ ജഹില മാനാഹു, ദിക്റിന്റെ അർത്ഥം ഒന്നും അവനറിയില്ല. പിന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി അല്ലാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചൊല്ലി ഒക്കെ ചൊല്ലി. അർത്ഥം അറിഞ്ഞിട്ടെങ്കിലും കൂലിട്ടു. കാരണം എന്താണ്? അതിന്റെ വാക്യങ്ങളെ കൊണ്ടിട്ട് തഅബ്ബുദുള്ളതാണ്. അപ്പൊ ആ വാക്ക് ചൊല്ലിയാൽ തന്നെ കൂലി കിട്ടും. വനദറ ഫീഹിൽ അസ്നവിയു, എന്നാൽ ഇമാം അസ്നവി അതില് ഇഷ്കാല് പറഞ്ഞു.
അർത്ഥം അറിയാൻ എങ്ങനെ കൂലി കിട്ടുക? അപ്പൊ ഇനിയിപ്പോ പരിഭാഷ പഠിക്കാൻ പോകേണ്ടി വരും, അതോ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഇന്നലെ നമ്മളെ കൂട്ടർസാദ് അറിഞ്ഞേക്ക് ഒരു പ്രസംഗത്തിന്റെ CD വാങ്ങിയാല് ഹുത്തുബയായി അറിഞ്ഞില്ലേ, എന്നേലും ഒരു ഇപ്പൊ ഞാൻ അതിന്റെ പരിഭാഷയും CD വാങ്ങാൻ പോകേണ്ടി വരുമോ? അങ്ങനെയല്ല, ഒരു ഫിൽജുംല അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ടും അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് എന്നുള്ള മൊത്തം അറിഞ്ഞാലും മതി. ഇനി മംഗലാരക്കാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം പിടിച്ചണ്ട. മംഗലാരത്ത് പള്ളിക്ക പോയിട്ട് പണ്ട് വടക്ക് പോണ മൗലിയാറ്റുകളുണ്ട്. ഇനി റമദാനിലെ മൂലിയാറ്റുകൾ റമദാൻ മാസത്തിൽ വയല് അറിയും, പച്ച മലപ്പുറം മലയാളത്തിലേക്കാരൻ വയല്. അവർക്കുണ്ടോ ഈ മലയാളം അറിയുന്ന? ആ നക്കിനിക്കിന്റെ ആൾക്കാരല്ലേ. അങ്ങനെ വയല് തുടങ്ങിയാൽ കയ്യോട് നല്ലോണം ബഹുമാനത്തോടു കൂടി കേട്ടിരിക്കും. കഴിഞ്ഞു പോയതിന് ശേഷം മൊല്ലാക്കാനോട് എന്തിരിച്ചാ മൊല്ലാച്ചല്ലേ, എന്തിരിച്ചാ മൊല്ലാച്ചല്ലേ, ആ മൊല്ലാച്ച എന്താ പറഞ്ഞതെന്നൊന്നും മൂപ്പർക്ക് അറിഞ്ഞിട്ടല്ല. ഇതൊരു അപ്പൊ അങ്ങോട്ട് ചോദിച്ചു, അപ്പൊ നിങ്ങളല്ലേ ഇങ്ങനെ തൊള്ളിയും കാട്ടി ഇങ്ങനെ കേട്ട് കുത്തരുന്നതിന് എങ്ങനെ മനസ്സിലായി? ഒരു നല്ല കാര്യം ചെല്ലല്ലേ എന്ന് പറയുന്നത് അശുദ്ധഗതി. ഒരു നല്ല കാര്യം പറയല്ലേ എന്ന നിലക്ക് ഇരുന്നതാണ്. അപ്പം മംഗലാപുരക്കാരൻ വയല് കേട്ടേക്ക്, മലയാള വയല് കേട്ടേക്ക്. ഇപ്പം മലയാളമൊക്കെ ഏകദേശം പഠിച്ചു പോയി. നമ്മളെ ഹാരിമീങ്ങൾ നിരന്തരം അവിടെ വെച്ചിട്ട് വയല് പറഞ്ഞ് ഇപ്പൊ ഏതാണ്ടൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ പഴയ മദ്രസയിലൊക്കെ പഠിച്ചവരാണെങ്കിൽ മലയാളം കുറെയൊക്കെ മനസ്സിലാവും. ഏതായാലും മുഴുവനായിട്ട് എന്തായാലും മനസ്സിലാവില്ല, കുറേയൊക്കെ മനസ്സിലാവുള്ളൂ. കുറെ വക്കും മൂല്യം പൊട്ടിയിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞ മുഴുവനൊന്നും അവർക്ക് മനസ്സിലാവില്ല. എന്നതുപോലെ ഒരു ദിക്റാണ് എന്നുള്ളത് മനസ്സിലാകുക, അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട് അവനെ സ്തുതിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാകുക, എന്നാലും മതി. ഒന്നുമില്ലാതെ വെറും ആ ഒച്ച മാത്രമായ കൊണ്ട് കൂലിട്ടൂല അസ്നവി ഇമാമ്. പക്ഷെ ഒരായെത്തിയാതാ ഈ അസ്നവി ഇമാമിന്റെ ഈ ഇഷ്കാല് വരൂല ഫിൽ ഖുർആനി. ഖുർആനില് വഹാബി അറിഞ്ഞേക്കല്ല, അർത്ഥം അറിയാതെ ഖുർആനോദലോ മാതൃഭൂമി വായിക്കലോ ഉത്തമം എന്ന് ചോദിച്ചപ്പോ മാതൃഭൂമി വായിക്കലാണ് ഉത്തമം എന്ന് വഹാബി മൗലവി പറയുമ്പോ മൗദൂദി മൗലവി ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് എന്താ പറഞ്ഞത്? മുട്ടത്ത് വർക്കിയുടെ എന്ത് വായിക്കാ? നോവല് വായിക്കലാണ് അതിനേക്കാളും ഉത്തമം. നഊദു ബില്ലാഹ്. അർത്ഥറിയാതെ ഖുർആൻ ഓതുന്നതിനെക്കാട്ടിലും നല്ലത് വഹാബിന്റെ മദ്ഹബില് മാതൃഭൂമി വായിക്കലാണ്. ചെരിഞ്ഞ ഇസ്ലാമിക്കാരെ അല്ല, ഇപ്പൊ പുതിയ പേരാണ്. കാസുംകുറ്റി ഇസ്ലാമിക്കാരുടെ മദ്ഹബ് അനുസരിച്ച് മുട്ടത്ത് വർക്കിന്റെ എന്താണ് നോവൽ വായിക്കലാത്രേ അർത്ഥം അറിയാതെ ഖുർആൻ ഓതുന്നതിനെക്കാൾ. മുസ്ലിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ പ്രതിഫലം കിട്ടുന്നു. അറിഞ്ഞോതുന്നത് നല്ലത് തന്നെയാണ്, കൂടുതൽ പ്രതിഫലം കിട്ടും. പക്ഷെ അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും എന്നൊരു മുസ്ലിംകൾക്കാർക്കും തർക്കില്ല. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു 100 പ്രാവശ്യം റബ്ബുൽ ഇസ്സത്താവുന്ന അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിക്കണ്ട, അത് അള്ളാഹു തആല ഓരോരുത്തർക്കും കൊടുക്കുന്ന ഫضലാണ്. അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് അള്ളാഹു തമ്പുരാനോട് ചോദിച്ചതായി കാണാം, യാ റബ്ബി ബിമ വസലൽ വാസിലൂൻ, നിന്റെ പൊരുത്തത്തിലേക്ക് നിന്റെ പ്രതിഫലത്തിലേക്ക് എത്തിപ്പെട്ട മഹാഭാഗ്യവാന്മാർ എന്തുകൊണ്ടാണ് നിന്നിലേക്ക് അടുത്തത്? അള്ളാഹു തആല പറയുന്നു, യാ അഹ്മദ് ബി കലാമി, എന്റെ കലാം ഓതിയിട്ട് അതനുസരിച്ച് അമൽ ചെയ്തിട്ട്. അപ്പൊ അഹമ്മദ് തങ്ങൾ ചോദിക്കുക, ബി ഫഹ്മിൻ ഔ ബി ഗൈരി ഫഹ്മിൻ, അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതിയിട്ടോ അതല്ല അർത്ഥം അറിയാതെ ഓതിയിട്ടോ പഠിച്ചോനെ? അള്ളാഹു തആല മറുപടി, ബി ഫഹ്മിൻ വ ബി ഗൈരി ഫഹ്മിൻ, അർത്ഥം അറിഞ്ഞോതിയോലുണ്ട് അർത്ഥം അറിയാതെ ഓതിയോലുണ്ട്. കണ്ടോ, അർത്ഥം അറിഞ്ഞും അറിയാതെയും ഓതിയാൽ അള്ളാഹുവിലേക്ക് വസൂൽ ചെയ്യാം എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു. അതാണ് സുന്നിയാളെ മദ്ഹബ്. അച്ചോൽക്ക് അങ്ങനെയല്ല, മാതൃഭൂമി വായിക്കുക, മുട്ടത്ത് വർക്കിന്റെ നോവൽ വായിക്കുക, അതൊക്കെയാണ് ഓൾക്ക് അർത്ഥം അറിയാതെ ഖുർആൻ ഓതുന്നതിനെക്കാട്ടിലും നല്ലത്. എന്താ ഖുർആനിൽ ഈ തർക്കം വരും? അർത്ഥം അറിഞ്ഞാലോ അറിയാതാലോ വ്യത്യാസം ഉണ്ടെന്നുള്ള തർക്കം വരാത്തതിൽ തഅബ്ബുദി ബിലഫ്ദിഹി, ഖുർആനിന്റെ വചനങ്ങൾ ഓതുന്നത് തന്നെ തഅബ്ബുദാണ്. അങ്ങനെ തന്നെ അല്ലാഹു തആല വഖറൂ മാ തയസ്സറ മിൻഹു എന്ന് ഖുർആൻ ആജ്ഞയുണ്ട്. ഖുർആൻ നിങ്ങൾ ആകുന്നത്ര ഓതിക്കൊള്ളണം എന്ന്. അതുകൊണ്ട് ഉസീബ ഖാരിഉഹു വഇല്ലം യഅരിഫ് മഅനാഹു, ഖുർആന്റെ അർത്ഥം അറിയില്ലെങ്കിലും ഖുർആൻ ഓതുന്നവർക്ക് പ്രതിഫലം കിട്ടും. ബിഖിലാഫി ദിക്രി, ദിക്ർ അങ്ങനെയല്ലല്ലോ. എന്തല്ലല്ലോ, ആരാ ഇപ്പ അറിയണത്? വലിയവരാണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. ആരും ദേഷ്യം പിടിക്കണ്ട.
എനിക്ക് ചിലപ്പോ ഇങ്ങനെ ദേഷ്യം വന്നു പോയതാണ്. ഇത് ദിക്റ്, ഹദീസിൽ സ്ഥിരപ്പെട്ട ദിക്റുകളൊക്കെ ലഫ്ള് കൊണ്ട് തന്നെ തഅബ്ബുദ് ഉണ്ട്, ഇല്ലെന്നാര് പറഞ്ഞു? 33 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറഞ്ഞതാണ്. അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പറയാൻ പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം പറയാൻ പറഞ്ഞതാണ്. ഒക്കെ സഹിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളാണ്. പിന്നെ ഇതിന് ലഫ്ള് കൊണ്ട് തഅബ്ബുദ് ഇല്ല എന്ന് ആര് പറഞ്ഞു? കഥയെ ചോദ്യമില്ല. ലാ ബുദ്ദ യഅരിഫഹു, ഈ ദിക്റുകളുടെ മാന അറിയാഞ്ഞാ പറ്റൂല. വലൂബി വജ്ഹിൻ, എന്ന് മുഴുവനായിട്ട് വിശദമായി അറിഞ്ഞിട്ടില്ലെങ്കിലും മൊത്തത്തിലെങ്കിലും അതിന്റെ മാന അറിഞ്ഞിരിക്കണം എന്ന് ആര് പറയുന്നു? ആര് പറയുന്നു? ശൈഖുന. ഒക്കെ ശൈഖുന പറഞ്ഞു തന്നെ. പക്ഷെ ഇതിൽ കുറച്ചൊക്കെ തഖ്ദീമും തഅഖീറും ഒക്കെ അവിടെ ഒന്നേന്ന് മാത്രമേ ഉള്ളൂ. എന്താ അപ്പോ ദിക്റ് തഅബ്ബുദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക സമയത്ത് പ്രത്യേകം ചെല്ലാൻ കൽപ്പിച്ച ദിക്റുകൾ, അത് ലഫ്ള് കൊണ്ട് തന്നെ തഅബ്ബുദ് ഉണ്ട്. അത് അർത്ഥം അറിയാതെ ചെല്ലാലും കൂലി കിട്ടും. പക്ഷേ മൊത്തത്തിലെങ്കിലും ഒരു അർത്ഥം അറിയുന്നത് നല്ലതാണ്. അർത്ഥം അറിഞ്ഞ് അതിനനുസരിച്ച് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് പ്രതിഫലം കൂടും. സുന്നത്ത് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹിയായി വന്ന ഏത് ദിക്ർ ചൊല്ലിയാലും അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും കൂലി കിട്ടും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി കുറച്ചു നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞുകൊണ്ട് നിൽക്കാരും ഞാൻ കെട്ടിട്ട കയറൊക്കെ ഒന്നാണ് കഴിച്ചിട്ടാലേ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ കുറച്ചു നേരം ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല